പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. എന്റെ പ്രിയ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം ദൃഢമാക്കണം. 39 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യുഗതിയിൽ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട അതാതിൻ്റെ പ്രത്യക്ഷത്തിന്റെ സ്ഥിരീകരണത്തിന്റെ അടയാളം കിട്ടാൻ കർത്താവേ, അങ്ങയുടെ മക്കൾ ഇന്ന് ജീവിതം ആരംഭിക്കാൻ പോവുകയാണ്. ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാകും, നിങ്ങൾ എവിടെ പോയാലും ഞങ്ങളുടെ കൂടെ വരുമെന്ന് പറഞ്ഞ കർത്താവിന്റെ വാഗ്ദാനത്തിൽ ആശ്രയിച്ചുകൊണ്ടാണ് അങ്ങയുടെ മക്കൾ യാത്ര ആരംഭിക്കുന്നത്. ഇന്ന് പോകാനുള്ള ഇടങ്ങളെയെല്ലാം, കണ്ടുമുട്ടാനുള്ള ഇടങ്ങളെയെല്ലാം കർത്താവേ അങ്ങയുടെ പ്രത്യേക വാത്സല്യത്തിനും സംരക്ഷണത്തിനുമായി സമർപ്പിക്കുന്നു. ആശുപത്രി പോകുന്നവരുണ്ട് കർത്താവേ, അതുപോലെ തന്നെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്നതിനും
മറ്റ് ശരീരത്തിൻ്റെ വ്യത്യസ്തങ്ങളായ വിഷയങ്ങളെ രോഗപരിശോധന ചെയ്യാൻ വേണ്ടി ടെസ്റ്റ് ചെയ്യുന്നവരുണ്ട്. അവരെ ടെസ്റ്റ് ചെയ്യുന്ന യന്ത്രങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ട്രെഡ്മില്ലിനെ ഉൾപ്പെടെ ഉള്ളവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്ന ഈശോയെ, സ്കാനിങ് യന്ത്രത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ് ഈശോ, ആ പലരെ അങ്ങ് സ്കാനിങ് യന്ത്രത്തിലേക്ക് കയറ്റി കിടത്തിയതിന് ശേഷം അതുവരെ ഉണ്ടായിരുന്ന രോഗം സ്കാനിങ് കഴിഞ്ഞപ്പോൾ ഇല്ലാതെ കണ്ടത് എത്രയോ സാക്ഷ്യങ്ങൾ വന്നു ഈശോയെ. കൃപാസന സാക്ഷ്യത്തിൻ്റെ വലിയൊരു സാധ്യതയാണ് ദൈവം മനുഷ്യരാശിക്ക് മുമ്പ് തുറന്നിട്ടിരിക്കുന്നത്. കർത്താവ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കട്ടെ കർത്താവ്. അങ്ങ് അത്ഭുതം പ്രവർത്തിക്കാതെ ജീവിക്കാൻ പറ്റാത്ത മനുഷ്യരാണ് കർത്താവ് പകുതി മുക്കാലും. നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. സാമ്പത്തിക വിഷയമായാലും, തകർന്നുപോയ ഫാക്ടറി ആയാലും, കച്ചവടമില്ലാത്ത കച്ചവട മേഖലയായാലും, പണം കൈമാറിയിട്ട് അകപ്പെട്ടു പോയവരായാലും, അതുപോലെ തന്നെ ഏജന്റുമാരെ പറ്റിച്ചവരായാലും, അങ്ങനെ വ്യത്യസ്തങ്ങളായ മേഖലയിൽ കുരുങ്ങിപ്പോയവരുണ്ട് ഈശോയെ. അവരെല്ലാം നീ ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണേ. കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു, കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. തുടരെ കുഞ്ഞുനാളിൽ തന്നെ ആവശ്യമില്ലാതെ ഒത്തിരി മരുന്ന് കഴിക്കേണ്ടി വന്ന് 7 വയസ്സത്തോട് തന്നെ ഒരു മരുന്ന് ചാക്കായി മാറിയ കുഞ്ഞുങ്ങളുണ്ട് ഈശോയെ. അവരെല്ലാം കറുത്തിരിക്കണുണ്ട് ഈശോയെ. അവരെല്ലാം ശ്വസിക്കണേ ഈശോയെ. അങ്ങനെ വിശുദ്ധമായ രക്തം അവരിലേക്ക് തളിക്കപ്പെട്ട് കഴിഞ്ഞാൽ ആ വിശുദ്ധ രക്തം കയറി ഇറങ്ങുമ്പോൾ അവർ യഥാർത്ഥ സ്വാഭാവിക നിറം പകർന്ന് സുന്ദരന്മാരായി മാറും, സുന്ദരികളായി മാറും. കർത്താവെ, കുഞ്ഞുങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു, ഗർഭിണികളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ചില ടെസ്റ്റുകൾ കണ്ടത് കാരണം പേടിച്ചിരിക്കുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ജപ്തി നടപടിയെ, ആ പ്രമാണങ്ങളെ ആശീർവദിച്ച് പ്രാർത്ഥിക്കുന്നു, സ്ഥലത്തെ ആശീർവദിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്റർവ്യൂ ടെസ്റ്റിനൊക്കെ പോകുന്നവരെ, അവരെ ഇന്റർവ്യൂ ചെയ്യുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുപയോഗിക്കുന്ന വാഹനങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നിന്റെ ചൈതന്യം അവരിലേക്ക് ആവശ്യിക്കണമേ. കർത്താവ്, ഇന്ന് രാത്രി അവർ തിരിച്ചു വരുമ്പോൾ കണ്ണീരോടെ വിതക്കുന്നു. ജയഘോഷ തിരിച്ചു വരുമെന്ന് പറഞ്ഞ പോലെ കർത്താവെ, ജയഘോഷ തിരിച്ചു വരുവാൻ, പുതിയ ഉണർവോടുകൂടി തിരിച്ചു വരുവാൻ അങ്ങയുടെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശടയാളത്തിൽ, ദൈവശക്തിയാൽ ഞാൻ നിങ്ങളെ ഈശോനാമത്തെ ആശീർവദിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ആരെങ്കിലും രാത്രിയിൽ വാഹനം ഓടിക്കുമ്പോൾ ഒരു ലൈറ്റ് മാത്രമേ ഇട്ട് പോയിട്ടുണ്ടാകും. പോലീസ് പിടിക്കും, അത് വേറെ വിഷയം. പക്ഷെ ഫിലമെന്റ് ഓഫായി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? എന്താണ് ഒരു ലൈറ്റ് മാത്രം ഇട്ട്? ഞങ്ങളുടെ വണ്ടിക്ക് ചില സമയത്ത് ഫിലമെന്റ്, പണ്ടത്തെ വണ്ടിക്ക് ഫിലമെന്റ് ഓഫായി പോകും. പിന്നെ വീട് പിടിക്കണ്ടേ, പിന്നെ മുന്നോട്ട് പോകും. പക്ഷെ എന്തായിരിക്കും സംഭവിക്കണത്? ഒരു ലൈറ്റ് പോയി കഴിഞ്ഞാൽ അതിൻ്റെ കാറ് സ്ലോ ആവും. പിന്നെ 10-70 കിലോമീറ്റർ സ്പീഡിൽ പോയ കാറ് 30 കിലോ സ്പീഡിലേക്ക് സ്ലോ ഡൗൺ ചെയ്യും. കാരണം ഒരു ലൈറ്റേ ഉള്ളു. അത് കാരണം ഭയങ്കര സ്ലോ വരും. നമ്മൾ ഒരു സ്ഥലത്ത് 2 മണിക്കൂർ കൊണ്ട് 20 മിനിറ്റ് കൊണ്ട് എത്തേണ്ട സ്ഥലം 2 മണിക്കൂർ കൊണ്ട് ചിലപ്പോൾ എത്തത്തുള്ളൂ. ആ ഒരു സ്ലോ. ഇതുപോലെ തന്നെയാണ് ഉടമ്പടിയിൽ സംഭവിക്കുന്നുണ്ട്. ചില ആൾക്കാരുടെ സ്ലോ ആകാൻ കാരണങ്ങൾ, ഉടമ്പടിക്കും 2 ലൈറ്റുകളുണ്ട്. ഒന്നെന്താണ്, ഹൗ ടു ഡു ഉടമ്പടി, എങ്ങനെ ഉടമ്പടി ജീവിക്കേണ്ടത്, അതിൻ്റെ അപ്ഡേഷൻസ് കിട്ടുന്നത് എവിടെ നിന്നാണ്? ഉടമ്പടി ധ്യാനത്തിൽ നിന്നാണ് കിട്ടുന്നത്. ഒരു ലൈറ്റാണത്. കർത്താവ് എപ്പോഴും സംസാരിക്കുന്നതും ഉടമ്പടി ധ്യാനത്തിൻ്റെ പുതിയ സാധ്യതകൾ വെളിവാക്കുന്നതും എല്ലാം ഉടമ്പടി ധ്യാനത്തിലല്ലേ. രണ്ടാമത്തെ ലൈറ്റ് എന്താണ്? അതുപോലെ ലൈറ്റാണ്. ആ ലൈറ്റ് നിങ്ങൾ ഉടമ്പടി ധ്യാനം കൂടിയില്ല എന്നുണ്ടെങ്കിൽ ആ ലൈറ്റ് കെട്ടത് പോലെയാണ്. അപസ്വയാവും, സംശയമില്ല. പല ആൾക്കാരും പറയും ഉടമ്പടി ധ്യാനം 20 മിനിറ്റ്, 2 മണിക്കൂർ. 2 മണിക്കൂറൊന്നുമില്ല. ശരിക്കും പറഞ്ഞാൽ ഒരു മണിക്കൂർ 20 മിനിറ്റൊക്കെ ഉള്ളത്. അത് തന്നെ പല പ്രാവശ്യം കൂടിയാൽ മതി. 5 മിനിറ്റ് 10 മിനിറ്റ് കൂടിയാൽ മതി. അത് ഒരു ആഴ്ചക്കുള്ളിൽ കൂടി തീർത്താൽ മതി. പക്ഷെ അത് മനഃപൂർവ്വം അലംഭാവം കൊണ്ട് നടക്കണ കാരണം ഒരു ലൈറ്റ് ഓഫായി പോകും. പിന്നെന്ത് ചെയ്യും? 70 കിലോമീറ്റർ പോകേണ്ട ഉടമ്പടി 30 കിലോമീറ്ററിലേക്ക് താഴും. ഇനി വേറെ ഒരു വിഷയം വെച്ചാൽ, ചില ആൾക്കാർ സാക്ഷ്യം
പിന്നെയുള്ള ലൈറ്റ് എന്ന് പറഞ്ഞാൽ സാക്ഷ്യമാണ്. ഇപ്പം നമ്മൾ ചോദിക്കും, നിങ്ങൾ ചോദിക്കും ഞങ്ങൾ പത്രം കൊടുക്കുന്നു, പ്രഘോഷണം ചെയ്യുന്നു, അതുപോലെ തന്നെ ആതുരസേവനം ചെയ്യുന്നു. അപ്പം അതെല്ലാം ചെയ്യുന്നതിൻ്റെ പ്രാർത്ഥനയും എല്ലാം കിട്ടണ എവിടെ നിന്നാണ്? ഈ പ്രബോധനങ്ങളിൽ നിന്നാണ് കിട്ടണത്. പ്രബോധനങ്ങളാണ് അതെല്ലാം കൂടി ഒരുമിച്ചൊരു പ്രബോധനം എന്ന് പറഞ്ഞുള്ള സബ്ജക്റ്റാണ്. പ്രബോധനം എന്ന് പറയുമ്പോൾ നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളും ഉൾപ്പെടെ ധ്യാനം ഉൾപ്പെടെ അതെല്ലാം കൂടി പ്രബോധനത്തിൻ്റെ ഒരു വിഭാഗമാണത്. പിന്നെ വരണത് എന്താണ്? സാക്ഷ്യമാണ്. അതും ലൈറ്റാണ്. സാക്ഷ്യം എന്ന് പറയുമ്പോൾ ഓരോരുത്തരും അവരവരുടെ ജീവിത വിഷയങ്ങൾക്ക് അനുപേക്ഷണീയമായ അവരവരുടെ സാക്ഷ്യങ്ങളുണ്ട്. ആ സാക്ഷ്യങ്ങൾ തിരഞ്ഞാണ് ആൾക്കാരെ കാണുന്നത്. അപ്പം ഈ സാക്ഷ്യം, ഇപ്പം നിങ്ങൾക്ക് മക്കളില്ല, അതുപോലെ തന്നെ സങ്കീർണമായ കുടുംബപ്രശ്നമാണ്, അതുപോലെ തന്നെ ഭാഗോടപടി നടക്കണില്ല, അതുപോലെ തന്നെ നിങ്ങളുടെ പിരിഞ്ഞു പോയി പക്ഷെ ഒരുമിച്ച് താമസിക്കാൻ ആഗ്രഹിക്കുന്നു, പിന്നെ വിസ പ്രോസസ് ചെയ്ത് വരണില്ല, ഇതെല്ലാം ഇത് ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞാൽ ഒന്നുമല്ല. 5-6 പ്രശ്നങ്ങൾ ഒരുമിച്ച് വരുന്ന, തമ്മിൽ കണക്ട് ചെയ്ത, ഒന്ന് നടക്കാത്ത എത്രയോ പ്രശ്നങ്ങളാണ് വരണത്. അതെല്ലാം അങ്ങനെയുള്ള സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ 1 by 1 ആയിട്ട് എങ്ങനെയാണ് മാതാവ് ഈ കുരുക്കളെല്ലാം അഴിച്ചഴിച്ച് എടുത്തത്, അത് മറ്റുള്ളവരുടെ സാക്ഷ്യം കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാണത്. അതുതന്നെയല്ല, ആ സാക്ഷ്യത്തിൽ അവരെന്താണ് ചെയ്തത് എന്ന് നമ്മൾ അറിയുമ്പോഴാണ്. അതാണ് അതൊരു ലൈറ്റാണത്. അപ്പോൾ ഉടമ്പടിക്ക് 2 ലൈറ്റുണ്ട്. ഒന്ന് ധ്യാനത്തിൻ്റെ പ്രബോധനത്തിൻ്റെ ലൈറ്റും, രണ്ടാമത്തത് സാക്ഷ്യത്തിൻ്റെ ലൈറ്റും. ഈ ലൈറ്റ് ഒന്നേ ഉള്ളെങ്കിൽ ഒറ്റ കണ്ണനായിട്ട് നമ്മൾ സഞ്ചരിക്കേണ്ടി വരും. അപ്പോഴെന്ത് പറ്റും? സ്ലോ ആയി പോകും. സ്ലോ ആകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. പ്രൈസ് ദി ലോർഡ്. ആദ്യം തന്നെ യേശുവെ നന്ദി, യേശുവെ സ്തുതി, യേശുവെ ആരാധന. എൻ്റെ പേര് പ്രിൻസ് മോൻ ജോസഫ്. ഇതെൻ്റെ മമ്മിയാണ്. മമ്മിയുടെ പേര് ലിനി സോഫിച്ചൻ. ഞങ്ങൾ കോട്ടയം കറുകച്ചാലിൽ നിന്ന് വരുന്നു. ഞാൻ ഇന്ന് ഇവിടെ പറയാൻ പോകുന്ന സാക്ഷി എന്നാന്ന് വെച്ചാൽ, എനിക്ക് UK NHSൽ വർക്ക് വിസ കിട്ടിയതിൻ്റെ ഒരു സാക്ഷ്യമാണ് ഞാൻ പറയുന്നത്. ഞാൻ 2022 UK സ്റ്റുഡൻറ്റ് വിസയിൽ പോകുന്നത്. അങ്ങനെ 2022 സ്റ്റുഡൻറ്റ് വിസയിൽ പോയി അവിടെ കോഴ്സ് സക്സസ്ഫുള്ളി കംപ്ലീറ്റഡായി. അത് കഴിഞ്ഞ് എനിക്കവിടെ ഒരു NHS തന്നെ ആദ്യം ജോലി കിട്ടി. ആ NHSൽ ഞാൻ തുടർന്നു ജോലി ചെയ്തു. എൻ്റെ വിസ തീരെ ഒരു 6 മാസം ഇരിക്കെ ഞാൻ അവരോട് വിസയുടെ കാര്യം ചോദിച്ചപ്പോൾ അവരെന്നോട് പറഞ്ഞു, പുതിയ നിയമത്തിൻ്റെ ഇത് വെച്ച് നീ സാലറി ക്രൈറ്റീരിയ മീറ്റ് ചെയ്യുന്നില്ല, അതുകൊണ്ട് നിനക്ക് വിസ തരാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ വീട്ടിലോട്ട് വിളിച്ചിട്ട് മമ്മിയോട് പറഞ്ഞു, മമ്മി ഇവരിങ്ങനെയാണ് പറയുന്നത്, എനിക്ക് വിസ തരത്തില്ലെന്നാണ് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ഞാൻ ഡിസംബറിലേക്ക് തിരിച്ച് കയറി വരേണ്ടി വരും എന്ന് പറഞ്ഞു. അപ്പോൾ പപ്പായും ഉണ്ടായിരുന്നു. പപ്പായനോട് പറഞ്ഞു, എടാ നീ വിശ്വസിച്ച് പ്രാർത്ഥിക്ക്, ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ല, നീ വിശ്വസിച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞാൻ അങ്ങനെ വിശ്വസിച്ച് പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് ഞാൻ ഓരോ ആപ്ലിക്കേഷൻസൊക്കെ വിടാൻ തുടങ്ങി. അങ്ങനെ ഒരു NHSൽ നിന്ന് എനിക്ക് ആദ്യം 2 NHSൽ ഞാൻ ഷോർട്ട് ലിസ്റ്റഡായി. അത് കഴിഞ്ഞ് ഒരു NHSൽ നിന്ന് എന്നെ വിളിച്ചു. ആ NHSൽ ഞാൻ ആപ്ലിക്കേഷൻ എല്ലാം കൊടുത്തു, ഡോക്യുമെൻറ്റ്സ് എല്ലാം ചെയ്തു വന്നപ്പോൾ ഷെയർ കോഡ് കൊടുത്തപ്പോൾ അവരെന്നോട് പറഞ്ഞു, നിൻ്റെ വിസ ജനുവരിയിൽ 3-ാം തീയതി കൊണ്ട് തീരും. അന്ന് വെച്ചാൽ ഡിസംബർ വരെ നിനക്ക് ഇവിടെ നിൽക്കാൻ പറ്റത്തുള്ളല്ലോ, അതുകൊണ്ട് ഞങ്ങൾക്ക് തരാൻ പറ്റത്തില്ല. കാരണം എന്നാന്ന് വെച്ചാൽ ഒന്നെങ്കിൽ നിനക്കൊരു നേഴ്സിംഗ് ബാക്ക്ഗ്രൗണ്ട് വേണം, അല്ലെങ്കിൽ നിനക്ക് 2 year NHS എക്സ്പീരിയൻസ് വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അതും മമ്മിയെ വിളിച്ചിട്ട് പറഞ്ഞു, മമ്മി ഇങ്ങനെ പറയുന്നത്. അപ്പം മമ്മി എന്നോട് പറഞ്ഞു, എടാ അഖണ്ഡ ജവമാല റാലി വരുന്നുണ്ട്, ഞാൻ ആ ജവമാല റാലിക്ക് ഇത് സമർപ്പിച്ച് പ്രാർത്ഥിച്ചോളാം, നീ ഒന്നും പേടിക്കേണ്ട, നീ എന്തായാലും വിശ്വസിച്ച് നിൻ്റെ പ്രാർത്ഥന തുടർന്നോളാം പറഞ്ഞു. ഞാൻ എല്ലാ ദിവസവും എൻ്റെ ഷിഫ്റ്റ് കഴിഞ്ഞ് വരുമ്പോൾ ഞാൻ ഒരു വിശുദ്ധ കുർബാനയും മാതാവിനോടുള്ള ഉടമ്പടി പ്രാർത്ഥനയും ഞാൻ വൈകിട്ട് ചൊല്ലാറുണ്ടായിരുന്നു, കൊന്തയും ചൊല്ലി പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കെ എനിക്ക് ലണ്ടനിലെ ഒരു NHSലും ഞാൻ ഷോർട്ട് ലിസ്റ്റഡായി. ആ NHSൽ അവർ 3 മാസത്തേനാണ് ആ ലിസ്റ്റ് ഇടുക എന്ന് പറഞ്ഞത്. എന്ന് വെച്ചാൽ എനിക്കത് വന്നത് ഒക്ടോബറിലാണ്. അപ്പോൾ ഒക്ടോബർ, നവംബർ, ഡിസംബർ കൊണ്ട് എൻ്റെ വിസ തീരുകയാണ്. ഞാൻ ഇപ്പോൾ നിൽക്കുന്ന NHSലാണെങ്കിൽ എനിക്കറിയാം അവിടുത്തെ പ്രോസസ്സ് വളരെ സ്ലോ ആണ്. ഒരു 5 മാസം എടുത്തിട്ടാണ് ഞാൻ ആ NHSൽ കയറിയത്. അപ്പോൾ ഇവിടെ ആണെങ്കിലും അതുപോലെ പ്രോസസ്സാണെങ്കിൽ എനിക്ക് ഒരിക്കലും അവിടെ കയറാൻ പറ്റത്തില്ലെന്ന് എനിക്കറിയായിരുന്നു. അവരാണെങ്കിൽ 3 മാസം ആ ലിസ്റ്റ് ഇടത്തുള്ളൂ. ഞാൻ ഇത് മമ്മിയോട് പറഞ്ഞു. അപ്പം എനിക്ക് ആദ്യം കിട്ടിയ ആ NHSൽ നിന്ന് അവർ ആപ്ലിക്കേഷൻ എല്ലാം സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങിയായിരുന്നു. അത് പകുതി വരെ എത്തി നിൽക്കുകയായിരുന്നു. അന്നേരമാണ് അവർ എനിക്ക് വിസ എൻ്റെ
വിസ കിട്ടത്തില്ല, കാരണം ഇത് കാരണമാണ് എന്ന് വെച്ചാൽ ജനുവരിയിൽ എൻ്റെ വിസ തീരുമല്ലോ, അതുകൊണ്ട് തരത്തില്ലെന്ന് പറഞ്ഞു. ഞാൻ അന്നേരം മമ്മിയോട് അത് പറഞ്ഞു. മമ്മി എന്തായാലും ഇവിടെ അഖണ്ഡ ജപമാല റാലിക്ക് വന്നപ്പം ഒരു നിയോഗം എഴുതിക്കൊണ്ടാണ് വന്നത്, എൻ്റെ മകനെ ലണ്ടനിലെ NHS തന്നെ കിട്ടണമെന്ന്. പക്ഷേ അവിടുന്ന് എൻ്റെ പ്രോസസ്സ് ഒന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ഞാൻ മമ്മിയോട് പറഞ്ഞു, മമ്മി മറ്റേ NHS അവർ സ്റ്റാർട്ട് ചെയ്ത്, ഇവരാണ് എന്നെ വിളിച്ചിട്ട് പോലുമില്ല. പിന്നെ മമ്മി നിനക്ക് ആ ലണ്ടനിലെ NHS തന്നെ കിട്ടും, നീ എന്തായാലും വിശ്വസിച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞാൻ അതുപോലെ തന്നെ പ്രാർത്ഥനകൾ തുടർന്നു. എന്താണെങ്കിലും അത് കഴിഞ്ഞ് എൻ്റെ കൂട്ടുകാരെല്ലാം എന്നോട് പറഞ്ഞു, എടാ നീ NHS മാത്രം നോക്കാതെ വല്ല കെയർ ഹോമൊക്കെ നോക്ക്, അങ്ങനെയാണെങ്കിൽ നിനക്ക് വിസ കിട്ടുമല്ലോ എന്ന് പറഞ്ഞു. ഞാൻ കെയർ ഹോമിലെല്ലാം ആപ്ലിക്കേഷൻ കൊടുക്കുന്നു, എല്ലാവരും എനിക്ക് ജോലി തരാമെന്ന് പറയുന്നുണ്ട്, പക്ഷേ ആരും എനിക്ക് വിസ തരാമെന്ന് പറയുന്നില്ല. അത് കഴിഞ്ഞ് ഏജൻസികളെ മുട്ടി നോക്കി, അവരൊക്കെ ആണെങ്കിൽ 10-20 ലക്ഷം രൂപയാണ് ചോദിക്കുന്നത്. അതുമാത്രമല്ല അവിടുത്തെ പുതിയ നിയമം വെച്ചിട്ടാണെങ്കിൽ 3 മാസം നമ്മൾ ഒരാ എംപ്ലോയറുടെ അടിയിൽ വർക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് അവിടെ വിസ എടുക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെ എനിക്കാണെങ്കിൽ കറക്റ്റ് 3 മാസമേ ഉള്ളൂ. അതാണെങ്കിൽ ഇപ്പോൾ ഒക്ടോബർ മാസം കഴിയുകയും ചെയ്തു, ഇനിയിപ്പം 2 മാസവും കൂടെ ഉള്ളൂ. അപ്പം ഏജൻസിക്കാർ പോലും റെഡി ആകുന്നില്ല. ഒരു ഏജൻസി പറഞ്ഞു, നീ നിൻ്റെ റിസ്കിൽ ഒരു FLR അടിച്ച് വിസയൊന്ന് എക്സ്റ്റെൻഡ് ചെയ്യുവാണെങ്കിൽ ഞങ്ങൾ നോക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ FLR അടിച്ചെടുക്കണമെങ്കിൽ തന്നെ അതിന് ഒരു 5 ലക്ഷം രൂപ ചിലവാണ്. അതല്ലാതെ വിസയ്ക്ക് പിന്നെ ഞാൻ ഒരു 10-15 ലക്ഷം രൂപ കൊടുക്കണം. വീട്ടിൽ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, മമ്മി ഒരു 10-22 ലക്ഷം രൂപയാവും, ഇതിങ്ങനെ വിസ എടുക്കണമെന്ന് ചോദിച്ചപ്പോൾ അവർ പറയണം, ഒന്നാമത് എഡ്യൂക്കേഷൻ ലോൺ അടച്ചങ്ങോട്ട് തീർത്തേ ഉള്ളൂ, ഇനി അടുത്ത പിന്നെയും കടമെടുത്ത് നീ പോകാമെന്ന് വെച്ചാൽ അങ്ങനെ വേണമെന്ന് എന്നോട് ചോദിച്ചു. എന്നാലും ഞാനന്ന് തിരിച്ചു വന്നിട്ട് വേറൊന്നും ചെയ്യാനില്ലാത്തതുകൊണ്ട് ഞാൻ എന്തായാലും ഒന്ന് അതെടുക്കാം. അങ്ങനെ ഞാൻ എൻ്റെ NHS പോയി ഞാൻ അവരോട് പറഞ്ഞു, ഞാൻ ഇങ്ങനെ എന്നോടൊരു കെയർ ഹോം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അപ്പം ഞാൻ അവിടെ കയറാൻ പോവാണ്, ഞാൻ എന്തായാലും ഇവിടെ റെസിഗ്നേഷൻ കൊടുക്കുകയെന്ന് പറഞ്ഞു. അവർ പറഞ്ഞു, വാക്കാ പറഞ്ഞാൽ പോരാ, ഒഫീഷ്യലി നീ റെസിഗ്നേഷൻ തരണമെന്ന് പറഞ്ഞു. ഞാൻ ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഒഫീഷ്യലി റെസിഗ്നേഷൻ കൊടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ മമ്മിയെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, ഞാൻ നാളെ കൊടുക്കാൻ പോവാണ്. ഞാൻ വൈകിട്ട് പ്രാർത്ഥിച്ചപ്പം ഒരു കുർബാനയും കൊന്തയും ചൊല്ലി മാതാവിനോടുള്ള ഉടമ്പടി പ്രാർത്ഥനയും ചൊല്ലിയിട്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞു, മാതാവേ ഞാൻ എത്ര നാളായിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുക, ഞങ്ങൾ 2019 ഒന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുക, അതിൻ്റെ അകത്തെല്ലാം ഒത്തിരി അനുഗ്രഹങ്ങൾ മാതാവ് തന്നിട്ടുണ്ട്, പക്ഷേ നീ എല്ലാം തരുന്നുണ്ട്, ഒന്നും അനുഭവിക്കും. ഇപ്പോൾ NHS ആണെങ്കിലും ഷോർട്ട് ലിസ്റ്റഡ് ആകുന്നുണ്ട്, പക്ഷേ ഒരിടത്തൊന്നും എനിക്ക് വിസ വരുന്നില്ലല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു, മാതാവേ നാളെ എൻ്റെ ഈ പ്രാർത്ഥന നീ കേൾക്കുന്നുണ്ടെന്നുള്ളതിന് നാളെ എനിക്കൊരു അടയാളം കാണിച്ചു തരണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. ഞാൻ അതുപോലെ കിടന്നു. പിറ്റേ ദിവസം രാവിലെ എണീറ്റു, ലോങ് ഡേ ഷിഫ്റ്റാണ്. അപ്പോൾ ഹാൻഡ് ഓവറിന് കയറുന്നതിന് മുമ്പ് മാനേജർക്ക് പോയി റെസിഗ്നേഷൻ കൊടുത്തിട്ട് കയറാൻ വേണ്ടിയാണ് ഞാൻ നിൽക്കുന്നത്. ഞാൻ മമ്മിയെ വിളിച്ചുകൊണ്ട് ഞാൻ പോകുന്നു. ഒരു 6:50 ആയപ്പോൾ എനിക്കൊരു നോട്ടിഫിക്കേഷൻ വന്നു. ഞാൻ എടുത്ത് നോക്കുമ്പോഴത്തേന് എനിക്ക് ആ ലണ്ടനിലെ NHS എനിക്കൊരു മെയിൽ വന്ന് കിടക്കുവാണ്, നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഞങ്ങൾ കണ്ടു, ഞങ്ങളുടെ NHS എടുക്കാം, അടുത്ത 1-2 ദിവസത്തിനാവും ഞങ്ങൾ നിങ്ങൾക്ക് ഓഫർ ലെറ്റർ ഇട്ട് തരും, ഇപ്പം നിൽക്കുന്ന ജോലിയിൽ നിന്ന് റെസിഗ്നേഷൻ കൊടുക്കരുതെന്ന് പറഞ്ഞാണ് അവിടെ വന്ന് നിന്നത്. അപ്പോൾ എനിക്ക് എന്തായാലും ഉറപ്പായി, ഞാൻ തലേദിവസം പ്രാർത്ഥിച്ച് എനിക്കൊരു അടയാളം കാണിച്ചു തരാനാണ്. അപ്പോൾ എനിക്ക് ഉറപ്പായി എന്തായാലും അവിടുന്ന് വിസ കിട്ടുമെന്ന്. ഞാൻ മമ്മിയോട് പറഞ്ഞു, മമ്മി പ്രാർത്ഥന മുടക്കേണ്ട, മമ്മി തുടർന്ന് പ്രാർത്ഥിച്ചോ, എനിക്ക് അവിടുന്ന് ഇങ്ങനെ ഒരു ഇത് വന്നിട്ടുണ്ട്, അവർ ഓഫർ ലെറ്റർ അടുത്ത ദിവസം ഇട്ട് തരാമെന്നാണ് പറഞ്ഞെന്ന് പറഞ്ഞു. ഞാൻ ഉടനെ തന്നെ ആ കെയർ ഹോമിൽ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ എൻ്റെ പ്രോസസ്സ് നിർത്തി വെച്ചോ. അവരെന്നോട് പറഞ്ഞത് നവംബർ അവസാനം വന്ന് ജോയിൻ ചെയ്യണമെന്നാണ്. അപ്പോൾ ഞാൻ അവരോട് വിളിച്ചിട്ട് പറഞ്ഞു, പ്രോസസ്സ് നിർത്തി വെച്ചോളൂ, എനിക്ക് അത്രയും പൈസ ഒന്നും ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല, നിങ്ങൾ പറഞ്ഞത്ര. അപ്പോൾ ഇപ്പോൾ ഒരു NHS എനിക്ക് ഓഫർ ലെറ്റർ വന്നിട്ടുണ്ട്, ഞാൻ അവിടെ എന്തായാലും ജോയിൻ ചെയ്യുക, ഇനിയിപ്പോൾ അത് നടന്നില്ലെങ്കിൽ നമുക്ക് ടൈം ഉണ്ടല്ലോ വിസ എക്സ്റ്റെൻഡ് ചെയ്യാൻ, അപ്പോൾ അന്നേരം ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, എന്നാൽ ശരി ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. ഞാൻ എന്നിട്ട് അവിടെ പോയി എന്തായാലും എനിക്ക് അവരാദ്യം കണ്ടീഷൻ ഓഫർ ലെറ്റർ ഇട്ട് തന്നപ്പോൾ അതിൻ്റെ അകത്ത് ID ചെക്ക് നടത്താനുണ്ടായിരുന്നു. ആ ID ചെക്ക് നടത്തിയപ്പോഴത്തേന് അവരെനിക്കൊരു ലിങ്കാണ് ഇട്ട് തന്നത്. ആ ലിങ്കിൽ കൂടെ കയറി ചെയ്യാൻ വേണ്ടി നോക്കിയപ്പോഴത്തേന് എനിക്ക് അത് നടക്കുന്നില്ല. കാരണം നമ്മുടെ പാസ്പോർട്ട് എന്ന് പറയുന്നത് ഇന്ത്യൻ പാസ്പോർട്ടിന് NFC ഇല്ല, ബ്രിട്ടീഷ് പാസ്പോർട്ടിനാണ് അതുകൊണ്ട്. ഞാൻ ഫോട്ടോ എടുത്ത് അപ്ലോഡ് ചെയ്തു, പക്ഷേ BRP ആണെങ്കിൽ ഇപ്പോൾ EVC ആക്കി. അപ്പോൾ എനിക്കൊരു രീതിയിലും ഇത് ചെയ്യാൻ പറ്റുന്നില്ല. അവരാണെങ്കിൽ എനിക്ക് എന്നിട്ട് ഞാൻ അവരോട് ചോദിച്ചു, വേറെ എന്തെങ്കിലും വഴി ഇത് ചെയ്യാമെന്ന് ചോദിച്ചപ്പോൾ അവരെന്നോട് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ഫേസ് ടു ഫേസ് ഒരു ഇത് വെക്കാം, നിങ്ങൾ ഡോക്യുമെൻറ്റ്സ് ആയിട്ട് അവിടെ വന്നാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ തിങ്കളാഴ്ച എനിക്കൊരു സ്ലോട്ട് കിട്ടി. ഞാൻ അവിടെ ചെല്ലും. എവിടെയാണെങ്കിലും ഞാൻ പോകുമ്പോൾ ഈ മാതാവിൻ്റെ ലോക്കറ്റും ഉപ്പുമായിട്ടേ പോകത്തുള്ളൂ. അത് ഇൻ്റർവ്യൂവിനാണെങ്കിലും എല്ലാത്തിനും അങ്ങനെ തന്നെയാണ്. അപ്പം ഈ മാതാവിൻ്റെ ലോക്കറ്റും ഞാൻ ഈ കൊന്തയിട്ടു. അവിടെ ചെന്നപ്പോഴാണ് ഇൻ്റർവ്യൂവിന് കയറുമ്പോഴെല്ലാം ഞാൻ ഈ ഉപ്പ് ഇട്ടിട്ടേ പോകത്തുള്ളൂ. അത് ഏതൊക്കെ ഇൻ്റർവ്യൂവിന് ഞാൻ പോയിട്ടുണ്ട്, ആ ഇൻ്റർവ്യൂ എല്ലാം ഞാൻ ക്ലിയർ ആയിട്ടുണ്ട്. അങ്ങനെ ഞാൻ അവിടെ ചെന്നു. ഇവരുടെ ഡോക്യുമെൻറ്റ്സ് എല്ലാം മേടിച്ചിട്ട് പോയി. അപ്പോൾ എന്നെക്കാളും മുമ്പേ ഒരു ആഫ്രിക്കക്കാരി ഉണ്ടായിരുന്നു, പുള്ളിക്കാരുടെ ഡോക്യുമെൻറ്റ്സ് മേടിച്ചു. തിരിച്ചു വന്നപ്പോൾ പുള്ളിക്കാരി വിസയുടെ കാര്യം ചോദിച്ചപ്പോൾ പറഞ്ഞു, നിങ്ങൾക്ക് 2027 വരെ വിസ ഉണ്ടല്ലോ, അതുകൊണ്ട് ഞങ്ങൾ വിസ തരത്തില്ലെന്ന് പറഞ്ഞു. എനിക്കാണെങ്കിൽ ഇനി 1.5 മാസം കൂടി ഉള്ളൂ, എൻ്റെ കൗണ്ട് ഡൗൺ തുടങ്ങി. ഞാൻ 50 ദിവസവും 49 ദിവസവും എണ്ണിക്കൊണ്ടിരിക്കുക തിരിച്ചു വരാനുള്ളത്. അപ്പോഴത്തേന് അവരോട് എൻ്റെ ഡോക്യുമെൻറ്റ്സ് എല്ലാം മേടിച്ചിട്ട് പോയി. ഞാൻ തിരിച്ച് വന്നപ്പോൾ അവരോട് ചോദിച്ചു, എൻ്റെ ഡോക്യുമെൻറ്റ്സ് ID ചെക്ക് കഴിഞ്ഞു, ഇനിയിപ്പോൾ പോലീസ് വെരിഫിക്കേഷൻ ഇതൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അവർ പറഞ്ഞു, അതുകൊണ്ട് അപ്പോൾ വിസയുടെ കാര്യം എങ്ങനെയാണെന്ന് ചോദിച്ചാൽ എനിക്ക് ഇത്രയും സമയമില്ല. അപ്പോൾ അവരെന്നോട് പറഞ്ഞു, ഞങ്ങളത് കണ്ടായിരുന്നു, നിങ്ങൾക്ക് വിസ വേണമെന്ന്, നിങ്ങൾ എന്തായാലും HR-ഉമായിട്ട് ഫോളോ അപ്പ് നടത്ത്,
അന്നേരം അവരതിൻ്റെ ബാക്കി പ്രോസസ്സ് പറഞ്ഞു തരുമെന്ന് പറഞ്ഞു. ഞാൻ HR-ന് മെയിൽ വിടാൻ വേണ്ടി നമ്മുടെ ഒരു കൂട്ടുകാരനെ ബന്ധപ്പെട്ട് അവൻ പറഞ്ഞടാ കണ്ടീഷൻസൊക്കെ മീറ്റ് ചെയ്തിട്ട് നിനക്കറിയാമല്ലോ നീ ഒരു NHS വർക്ക് ചെയ്തപ്പോൾ എത്ര നാളെടുത്തെന്ന്. ആദ്യം പോലീസ് വെരിഫിക്കേഷൻ കിടക്കുന്നു, ID ചെക്ക് കിടക്കുന്നു, വാക്സിനേഷൻ കിടക്കുന്നു, റെഫറൻസ് കിടക്കുന്നു, എല്ലാം കിടക്കുമല്ലേ. അതെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് ചെയ്യാമെന്ന് പറയുന്നു. അവിടെ ഒരു സെൻറ്റ് ആൻറ്റീസ് അപ്റ്റൺ പാർക്കിലൊരു പള്ളിയുണ്ട്. ഞാൻ ആ പള്ളിയിൽ പോയിരുന്നിട്ട് മാതാവിനോടും അവിടെ മുട്ടിപ്പായിട്ട് നിന്ന് പ്രാർത്ഥിക്കുകയാണ്. ഒരു കൊന്തയൊക്കെ ചൊല്ലി ഞാൻ നിന്ന് കരയുവാണ്. സത്യം പറഞ്ഞാൽ ഞാൻ മാത്രമുള്ള പള്ളിയിൽ ഞാൻ ഏറ്റവും പുറകിൽ പോയെന്ന് ഞാൻ മുട്ടിപ്പായിട്ട് പ്രാർത്ഥിച്ച് ആ പള്ളിയിൽ നിന്ന് വെളിയിൽ ഇറങ്ങുമ്പോഴത്തേന് മാതാവിൻ്റെ അത്ഭുതമെന്നേ ഞാൻ അത് പറയത്തുള്ളൂ. 5 മാസം എടുത്ത് അവിടെ നടന്ന ആ പ്രോസസ്സ് 5 മണിക്കൂർ എടുത്തില്ല. എനിക്ക് ആ പള്ളിയിൽ നിന്ന് വെളിയിലിറങ്ങി ഞാൻ നെറ്റ് ഓണാക്കി നോക്കുമ്പോഴത്തേന് എനിക്ക് ആ ഹോസ്പിറ്റലിൽ നിന്ന് COS വന്ന് കിടക്കുവാണ്. എൻ്റെ പോലീസ് വെരിഫിക്കേഷൻ കഴിഞ്ഞിട്ടില്ല, വാക്സിനേഷൻ കഴിഞ്ഞിട്ടില്ല, റെഫറൻസ് ചെക്ക് കഴിഞ്ഞിട്ടില്ല, ഒന്നും കഴിഞ്ഞിട്ടില്ല. ജസ്റ്റ് ഒരു ID ചെക്ക് മാത്രം. എനിക്ക് അവിടുന്ന് ആദ്യം അവർ COS വന്നു. ഈ COS വെച്ച് എനിക്ക് വിസയ്ക്ക് അപ്ലൈ ചെയ്യാം. അങ്ങനെ ഞാൻ ആ വീട്ടിൽ വിളിച്ച് പറഞ്ഞു, മമ്മി ഇങ്ങനെ വന്നിട്ടുണ്ട്, ദൈവം നമ്മുടെ പ്രാർത്ഥന കേട്ടു, മാതാവിൻ്റെ അനുഗ്രഹം എന്ന് പറയാം, എനിക്ക് COS വന്നിട്ടുണ്ട്. ഈ COS-നാണ് ആ കെയർ ഹോമുകാരൻ എന്നോട് 20 ലക്ഷം രൂപ ചോദിച്ച സാധനം. അതെനിക്ക് 1 രൂപ പോലും കൊടുക്കാതെ ഇവിടെ വന്ന് കിടക്കുകയെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു നീ വിശ്വസിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഇതാണ്, നീ എന്തായാലും വിസയ്ക്ക് അപ്ലൈ ചെയ്യാൻ പറഞ്ഞു. ഞാൻ പിറ്റേ ദിവസം വിസയ്ക്ക് വേണ്ടി വെച്ചു. ഞാൻ വെച്ചേക്കുന്നത് വെറും സ്റ്റാൻഡേർഡ് വിസയ്ക്ക് വേണ്ടിയാണ്. 304 പൗണ്ട് കൊടുത്ത് വെറും സ്റ്റാൻഡേർഡ് വിസ. HMRCയുടെ ഇത് വെച്ച് 8 ആഴ്ച എടുത്ത് കിട്ടേണ്ട വിസ എനിക്ക് വെറും 24 മണിക്കൂർ കൊണ്ട് ആ വിസയും കിട്ടി. 6 മണിക്കൂർ കൊണ്ട് എനിക്ക് സർട്ടിഫിക്കറ്റ് ഓഫ് സ്പോൺസർഷിപ്പും കിട്ടി. ഇതാണ് എൻ്റെ സാക്ഷ്യം. ഇനിയും ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് മമ്മിക്ക് കുറച്ച് സാക്ഷ്യങ്ങൾ പറയാനുണ്ട്. ഞാൻ മമ്മിക്ക് കൊടുക്കാം. യേശുവേ നന്ദി, ദൈവമേ സ്വസ്ത്രം. ഞാൻ 2016 ഒക്ടോബർ 26-ാം തീയതിയാണ് ഞാനും മോനും കൂടി ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. ഞാൻ 21-22 വർഷങ്ങളിൽ കൊറോണ കാരണം റാലിക്കൊന്നും വരാൻ പറ്റിയില്ല. അത് കഴിഞ്ഞുള്ള 5 അഖണ്ഡ ജപമാല റാലിയിൽ ഞാൻ പങ്കെടുത്തിരുന്നു. പക്ഷേ ഈ പ്രാവശ്യം കൊച്ചനോട് പറഞ്ഞു, മമ്മി എനിക്ക് വേണ്ടി ഞാൻ ഒറ്റ നിയോഗം കൈപ്പിടിച്ച് എഴുതിക്കൊണ്ടാണ് പോയത്, ലണ്ടനിൽ കൊച്ചിന് ജോലി കിട്ടണമെന്ന്. പക്ഷേ അത് കഴിഞ്ഞ് കൊച്ചിൻ്റെ കാര്യങ്ങളെല്ലാം സാധിച്ചു കിട്ടി. പിന്നെ എനിക്ക് ചെറിയ എൻ്റെ കയ്യെ സോപ്പിൻ്റെ അലർജി ഉണ്ടായിരുന്നു. അത് സോപ്പ് വർഷങ്ങളായിട്ടുള്ളതായിരുന്നു. അത് ഈ 4ാമത്തെ പുതുക്കലോടുകൂടി എനിക്ക് മാറിക്കിട്ടി. പിന്നെ ചെറുപ്പം തൊട്ട് ബസ്സിൽ കയറുമ്പോൾ ഛർദ്ദിക്കുന്ന രോഗം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ആരും എന്നെ പ്രത്യേകിച്ച് വണ്ടിയിലൊന്നും ദൂരെ കൊണ്ടുപോകുകയില്ല. കാരണം ഇച്ചിരി അങ്ങോട്ട് പോയ ഉടനെ തലയ്ക്കകത്ത് വേദന എടുക്കും. പലയിടത്തും മണങ്ങൾ, അതായത് ഒരിടത്ത് ചെല്ലുമ്പോൾ പെട്രോളിൻ്റെ ആയിരിക്കും, അടുത്ത് ചെല്ലുമ്പോൾ ബേക്കറിയിലെ ആയിരിക്കും. അങ്ങനെ മണം അടിച്ചു കഴിയുമ്പോൾ എനിക്ക് പെട്ടെന്ന് തലയ്ക്കകത്ത് വേദന വരും, പെട്ടെന്ന് ഛർദ്ദിക്കും. ഇത് കാണുമ്പോൾ എനിക്ക് സങ്കടവും വരും, ചമ്മലും ഉണ്ട്. കാരണം എന്നെക്കാട്ടിലും കുഞ്ഞു കുട്ടികളിരിക്കുന്ന അവരൊക്കെ ഛർദ്ദിക്കാതിരിക്കും. ഇത്രയും വലിയ ഞാൻ ഛർദ്ദിക്കുന്ന കാണുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം വരും. ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് 4ാമത്തെ പുതുക്കലോടുകൂടി എൻ്റെ ആ രോഗം പൂർണ്ണമായിട്ടും മാറി. കാരണം ആദ്യ നാളിൽ ഇവിടെ വരുമ്പോഴത്തേക്ക് ഞാൻ ഉളിയ കഴിച്ചിട്ടാണ് വരുന്നത്. ആ ഉളിയ കഴിക്കുന്നവർക്കറിയാം അതിൻ്റെ പ്രയാസം. ഞാൻ ഇവിടെ വന്ന് അങ്ങ് ഉറക്കം തൂങ്ങും. കൊച്ചെന്നെ എപ്പോഴും വഴക്ക് പറയും. കാരണം ഞങ്ങൾ ആ ഏറ്റവും പുറയിൽ ഇങ്ങനെ ഇരിക്കുമ്പോഴേ ഈ ഉറക്കം തൂങ്ങുമ്പോൾ എന്നോട് പറയും, മമ്മി ഉറങ്ങാൻ വേണ്ടിയാണോ ഇങ്ങോട്ട് വരുന്നതെന്ന് ചോദിക്കും. ഞാൻ പറയും, മോനെ എനിക്ക് വയ്യ, ഞാൻ മനഃപൂർവ്വം ഉറങ്ങുന്നതല്ല, ഈ ഉളിയ കഴിച്ച് നമ്മുടെ ശരീരം തളർന്നു പോകും. അതെനിക്ക് മാതാവ് പൂർണ്ണമായിട്ട് മാറ്റിത്തന്നു. ഇന്ന് ഞാൻ വരുന്നുണ്ടെങ്കിൽ ഒരു ഉളിയ പോലും കഴിക്കേണ്ട ആവശ്യം എനിക്കില്ല. എത്ര ദൂരെ പോയാലും ഛർദ്ദിക്കത്തില്ല. അതുപോലെ ഒത്തിരി അനുഗ്രഹങ്ങൾ ചെറുതും വലുതുമായിട്ട് മാതാവ് ഞങ്ങൾക്ക് തന്നു. യേശുവേ നന്ദി, യേശുവേ സ്വസ്ത്രം. മാതാവ് 1000 നന്ദി. കാരുണ്യ പ്രവൃത്തികളും പ്രേക്ഷിത പ്രവർത്തനങ്ങളും ഞാൻ ആദ്യമൊക്കെ പള്ളികളിൽ കൊണ്ടുപോയി പത്രം കൊടുക്കുമായിരുന്നു. അപ്പോഴത്തേക്ക് എനിക്ക് തോന്നി പള്ളികളിൽ കൊടുത്താൽ ആരും അത്ര സ്വീകരിക്കത്തില്ല, എല്ലാവരും വാങ്ങിച്ചിട്ട് അവിടെ ഇവിടെയൊക്കെ വെക്കുന്നത് ഞാൻ കണ്ടു. പിന്നെ ഞാനത് പൂർണ്ണമായിട്ടും നിർത്തിയിട്ട് ഞാൻ ഇവിടുന്ന് പോയി 2 ദിവസമോ അല്ല അന്ന് തന്നെ നേരം ഉണ്ടെങ്കിൽ ഞാൻ നേരെ ഗവൺമെൻറ് ആശുപത്രികളിൽ പോവും. അവിടെ പോയി രോഗികളുമായിട്ട് കുറേ നേരം സംസാരിച്ച് കൃപാസനം പത്രം അവരോട് ചോദിച്ച് അവർക്ക് കൊടുക്കും. വായിക്കാവോ എന്ന് ചോദിക്കും. വായിക്കാൻ അറിയാൻ മേലാത്തവർക്കാണെങ്കിൽ അതിനകത്തെ കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞു കൊടുക്കും. എല്ലാവരും സന്തോഷത്തോടു കൂടി വാങ്ങിച്ച് ഒത്തിരി അനുഗ്രഹം. പിന്നെ ചിലർക്കൊക്കെ പൊതിച്ചോറുകളും ആഹാരമൊക്കെ കൊടുക്കാറുണ്ട്. അങ്ങനെ പത്രം ഞാൻ കൂടുതലും ആശുപത്രികളിലാണ് കൊണ്ടുപോയി കൊടുക്കുക. അങ്ങനെ ഒത്തിരി കാരുണ്യ പ്രവൃത്തികളുമൊക്കെ എന്നെ കൊണ്ടാവുന്ന രീതിയിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. മാതാവ് ചെറുതും വലുതുമായിട്ടുള്ള ഒത്തിരി അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് തന്ന് അനുഗ്രഹിച്ചു. മത്തായി 24:42 നിങ്ങളുടെ കർത്താവ് ഏതു ദിവസം വരുമെന്ന് അറിയാത്തത് കൊണ്ട് നിങ്ങൾ ജാഗരൂകരായിരിക്കുവിൻ. പ്രിൻസ് എന്ന ഈ മകൻ തൻ്റെ UK-യിലുള്ള NHS-ൽ ജോലി ലഭിക്കുന്നതിന് വേണ്ടിയുള്ള നിയോഗം അമ്മ മാതാവ് എങ്ങനെ സാധിച്ചു കൊടുത്തുവെന്ന് സന്തോഷത്തോടെ ഈ എഴുത്താരയിൽ സാക്ഷ്യപ്പെടുത്തുകയാണ്. മകൻ്റെ സാക്ഷ്യത്തിൻ്റെ പ്രത്യേകത, ഒന്ന് സമയമൊട്ടുമില്ല, വിസ തീരാറായി.
2, വലിയ തോതിലുള്ള പണമാണ് ചോദിക്കുന്നത്. 10-25 ലക്ഷം രൂപ കൊടുത്താലേ അവിടെ എങ്ങനെയെങ്കിലും പിടിച്ചു നിൽക്കുവാൻ പറ്റുന്ന സാഹചര്യങ്ങൾ തുറന്നു കിട്ടുകയുള്ളൂ. അതുകൊണ്ട് ആകെ ജീവിതം കൈവിട്ട് നിൽക്കുന്ന സമയത്താണ് കൃപാസന മാതാവിൻ്റെ നേർച്ചവസ്തുക്കൾ ഉപയോഗിച്ചും കാശുരൂപം ചേർത്ത് പിടിച്ചും അമ്മയിൽ ശരണപ്പെട്ടുകൊണ്ട് നിരന്തരം പ്രാർത്ഥിക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് മകനൊരു പതർച്ച വരുന്നുണ്ടെങ്കിൽ കൂടിയും അവൻ്റെ ആ ആത്മീയതയുടെ പ്രാർത്ഥനയുടെ ചരടൊരിക്കലും പൊട്ടിപ്പോകുന്നില്ല. അവൻ തൻ്റെ അമ്മയോട് ചോദിച്ച്, അമ്മയാണ് ശരിക്കും മകന് ഒരു ആത്മീയ ബലമായി കൂടെ നിൽക്കുന്നത് മുഴുവനും. എപ്പോഴൊക്കെ ആദി വരുന്നുവോ, പ്രതീക്ഷകളില്ലാതെ നെഗറ്റീവ് മാത്രം കേൾക്കുന്നുവോ, അപ്പോഴൊക്കെയും അമ്മയെ വിളിച്ച് പറയുമ്പോൾ അമ്മ കൃപാസന മാതാവിൽ ശരണപ്പെടുവാനും ഉറച്ചു നിന്ന് പ്രാർത്ഥിക്കുവാനും മകനെ ധൈര്യപ്പെടുത്തുകയും മകൻ സൂചിപ്പിച്ചു, അസാധ്യമെന്ന് കരുതിയതാണ് മകന് ലഭിച്ചതെല്ലാം. 6 മണിക്കൂർ കൊണ്ട് COS കിട്ടുന്നു. 20 ലക്ഷം രൂപ ചോദിച്ച കാര്യം 1 രൂപ കൊടുക്കാതെ മകന് അത് അനുവദിച്ച് കിട്ടുന്നു. 24 മണിക്കൂർ കൊണ്ട് ഏതാണ്ട് 1 മാസമെങ്കിലും എടുക്കുന്ന വിസ മകന് അടിച്ച് കയ്യിൽ കിട്ടുന്നു. 2 കാര്യത്തെയും അവൻ പറയുന്നുണ്ട്, ഇതൊന്നും എൻ്റെ പ്രാപ്തി കൊണ്ടല്ല, ആരെങ്കിലും എനിക്ക് വേണ്ടി എവിടെയെങ്കിലും സ്വാധീനിച്ചത് കൊണ്ടുമല്ല, മറിച്ച് സഞ്ചാരി മാതാവ്, സമയച്ചുരുക്കത്തിൻ്റെ അമ്മ, അമ്മയോടുള്ള വിശ്വസ്തമായ ജീവിതത്തെ കണ്ടുകൊണ്ട് ആപത്ത് സമയത്ത് എൻ്റെ മെറിറ്റ് മുഴുവനും, വിദേശത്തുള്ള എൻ്റെ വാസത്തിനുള്ള സാഹചര്യങ്ങൾ മുഴുവനും, എൻ്റെ കുടുംബത്തിൻ്റെ സാമ്പത്തികമായ സാഹചര്യങ്ങൾ ഏറെ ദോഷകരമായി നിൽക്കുന്ന സാഹചര്യത്തിൽ എനിക്ക് വേണ്ടി മാത്രം അമ്മ ഇടപെട്ടുകൊണ്ട് ഓരോ കാര്യവും ക്രമീകരിച്ച് തന്നതാണ്. ആ പല NHSൽ അവൻ ആപ്ലിക്കേഷൻ കൊടുത്തുകൊണ്ട് ഏതെങ്കിലും ഒന്ന് ലഭിക്കുവാൻ വേണ്ടി കാത്തിരിക്കുമ്പോഴും ആ സമയങ്ങളിലൊക്കെയും അമ്മയാണ് മോനോട് പറയുന്നത്, നീ ഇന്നിടത്ത് സ്ഥിരതയോടെ നിൽക്കുക, അത് നീ കൃത്യമായി ഫോളോ ചെയ്യുക, നിനക്കുള്ള അനുഗ്രഹം അവിടുന്ന് വരുന്നുണ്ടെന്ന. ഇത് ഉടമ്പടി എടുക്കുന്നവർക്ക് ഹൃദയത്തിൽ ലഭിക്കേണ്ട ഒരു പ്രത്യാശയാണ്. പ്രിയമുള്ളൊരു ഉടമ്പടി നമ്മൾ എടുക്കുമ്പോൾ വെറുതെ എന്തിനെങ്കിലും വേണ്ടി നമ്മൾ എടുത്തു പോകുന്നതല്ല, എന്തെങ്കിലും പ്രാർത്ഥിച്ച് നമ്മൾ പോകേണ്ടവരുമല്ല, മറിച്ച് ക്ലാരിറ്റിയിൽ അമ്മ മാതാവിനോടുള്ള ബന്ധത്തിൽ ജീവിത വിഷയങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കുകയും അവസാന മണിക്കൂർ വരെയും എല്ലാ കാര്യങ്ങളും നമുക്കെതിരാണെങ്കിലും ആ നിമിഷത്തിലും അമ്മ മാതാവിനോട് കറയറ്റ വിശ്വാസത്തോടും പൂർണ്ണമായ ശരണത്തോടും കൂടി 1 നിമിഷം മതി നിനക്ക് ഈ ജീവിത വിഷയങ്ങൾ ഏറ്റെടുത്ത് അനുഗ്രഹിച്ചു തരുവാനെന്ന പ്രത്യാശയോടുകൂടി പ്രാർത്ഥിക്കുവാനാവണം. കാരണം യോഹന്നാൻ 2:5 നമ്മൾ കാണുന്നത് അതല്ലേ, ഒരു വീട്ടിലെ വീഞ്ഞ് മുഴുവനും തീർന്നുപോയി. ഒരു വീഞ്ഞ് രൂപീകരിച്ചെടുക്കുന്നതിന് നമുക്കറിയാം 1 മാസം, 2 മാസം, 1 വർഷമൊക്കെ ഓരോന്ന് ക്വാളിറ്റി അനുസരിച്ച് കാലം വേണ്ടതാണ്. പക്ഷേ അവിടെ കലവറക്കാരൻ പറയുന്നുണ്ടല്ലോ, ഇത്ര നാളും ഏറ്റവും മുന്തിയ തരം നീ എവിടെയാ സൂക്ഷിച്ചേ? ഈശോയ്ക്ക് 1 നിമിഷം മതിയായിരുന്നു. ആ തീർന്നുപോയത് മുഴുവനും ആ കൽഭരണികളിൽ വെറും വെള്ളം നിറച്ചത് ഏറ്റവും മാധുര്യമേറിയ ഏറ്റവും ഗുണമുള്ള വീഞ്ഞായി പകർത്തി കൊടുക്കുവാനായിട്ട്. ഈശോയ്ക്ക് അത്രയേ ഉള്ളൂ. നമ്മൾ ഈശോയോട് അവസാന നിമിഷം വരെയും അചഞ്ചലരായി ജീവിത പ്രശ്നങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കുമെങ്കിൽ നമുക്ക് സാഹചര്യങ്ങളെല്ലാം എതിരാണെങ്കിലും നമുക്ക് വേണ്ടി പുതിയ പ്രകാശവും നമുക്ക് വേണ്ടി പുതിയ ജീവിത വിഷയങ്ങളും ജീവിതത്തിൻ്റെ അനുഗ്രഹങ്ങളും അമ്മയിലൂടെ ഈശോ നൽകുന്നത് അനുഭവിക്കുവാനാകും. അതിൻ്റെ സാക്ഷ്യമാണ് ഈ മകൻ പറയുന്നത്. കാരണം തിരികെ പോരേണ്ട രീതിയിൽ കാര്യങ്ങളെത്തി. അവിടെ റെസിഗ്നേഷൻ കൊടുത്തിട്ട് ഇനി നാട്ടിൽ നിന്ന് എന്തെങ്കിലും നോക്കേണ്ട ഒരു സാഹചര്യം എത്തി. 10-25 ലക്ഷം രൂപ പെട്ടെന്ന് എടുക്കുവാനാവാത്ത സാഹചര്യം എത്തി. എല്ലാം നെഗറ്റീവ്സ് മാത്രമാണ്. താൻ ഇത്ര ദൂരം സഞ്ചരിച്ച് പഠിച്ച് ക്വാളിഫൈഡായി അവിടെ ഇനി ജോലി കിട്ടി ഭാവി സുരക്ഷിതമാകുമെന്ന് കരുതിയെടുത്ത് നിന്ന് എല്ലാം തറപറ്റിക്കൊണ്ട് തിരികെ പോകുന്ന തിരികെ പോരേണ്ടി വരുമെന്ന് കരുതുന്ന സമയത്തും മനസ്സിൽ സംശയിക്കാതെ, നിയോഗത്തിൽ സംശയിക്കാതെ അമ്മയുടെ കരങ്ങളിൽ കൊടുക്കുന്ന പ്രാർത്ഥന അത് പാഴായിപ്പോവില്ല എന്ന ഉറപ്പോടുകൂടി ആ മണിക്കൂറുകളിൽ മകൻ നടത്തുന്ന ശാന്തതയുള്ള, സംയമനമുള്ള, അചഞ്ചലമായ ദൈവശരണത്തിൻ്റെ അടയാളമാണ് 6 മണിക്കൂർ കൊണ്ട് അവന് COSഉം 24 മണിക്കൂർ കൊണ്ട് അവന് വിസയും ലഭിച്ച് അവൻ്റെ ജീവിതം, അവൻ്റെ ഭാവി സുരക്ഷിതമായെന്ന് ഈ അൾത്താരയിൽ പങ്കുവെക്കുന്നത്. അതിനോട് ചേർത്ത് തന്നെയാണ് അമ്മയുടെ മറ്റ് രോഗസൗഖ്യങ്ങളെയും ജീവിതത്തിൽ ലഭിച്ച നന്മകളെയും പറയുന്നത്. പ്രിയമുള്ളവരെ, ഉടമ്പടി എപ്പോഴും അവസാന നിമിഷം വരെയും ജാഗരൂകതയോടുകൂടി ദൈവിക ഇടപെടലിന് വേണ്ടി കാത്തിരിക്കുവാൻ നമ്മോട് ആവശ്യപ്പെടുകയാണ്. അവസാനം വരെ ക്ഷമയോടെ പിടിച്ചു നിൽക്കുന്നവൻ, പ്രാർത്ഥിച്ച് ദൈവത്തിന് ശരണപ്പെടുന്നവൻ അനുഗ്രഹം പ്രാപിച്ചു മാത്രമേ മടങ്ങുകയുള്ളൂ. അമ്മ നമ്മളെ കൈവിടില്ല. ഈശോയ്ക്ക് ചേർത്ത് പിടിച്ച് അനുഗ്രഹത്തിൻ്റെ വഴികൾ ഉറപ്പായും നമുക്ക് വേണ്ടി അമ്മ തുറന്നു തരും.
നാം ശുദ്ധീകരിക്കപ്പെടേണ്ട ആ സമയം മാത്രമേ ഉള്ളൂ. അത് ശുദ്ധീകരിച്ച ദൈവത്തിന് മുമ്പിൽ നമ്മൾ ക്ലിയർ ആയാൽ നമ്മുടെ ജീവിത വിഷയങ്ങൾക്ക് ഉത്തരവും പരിഹാരവുമുണ്ട്. അതുകൊണ്ട് ഉടമ്പടി എടുത്ത നമ്മൾ ഓർക്കണമേ, ഒരാഴ്ചയേ ഉള്ളൂ, ഒരു മാസമേ ഉള്ളൂ, പിന്തിരിയുവാനുള്ളതല്ല. കൂടുതൽ ശരണപ്പെട്ട് അമ്മയിൽ ആശ്രയിക്കുവാൻ വേണ്ടി ഈ മകൻ്റെ സാക്ഷ്യം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. മകന് സമയച്ചുരുക്കത്തിൽ ഇത്ര വലിയ അനുഗ്രഹങ്ങൾ അമ്മ നൽകിയതിന് അമ്മ മാതാവിനും ഈശോയ്ക്കും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. ആദ്യമായി ഞാൻ എൻ്റെ അമ്മയ്ക്കും തിരുകുമാരനും കോടാനുകോടി നന്ദി പറയുന്നു. എനിക്ക് എത്ര നന്ദി പറഞ്ഞാലും മതി വരത്തില്ല. എൻ്റെ അമ്മ തന്ന വലിയ വലിയ അനുഗ്രഹങ്ങൾ. എൻ്റെ പേര് മഞ്ജുകോശി. ഞാൻ ആലപ്പുഴ ജില്ലയിൽ നിന്ന് വിയ്യപുരം എന്ന സ്ഥലത്ത് നിന്ന് വരുന്നു. എനിക്ക് എൻ്റെ അമ്മ മാതാവ് തന്ന അനുഗ്രഹങ്ങൾ ഞാൻ ഇന്ന് നിങ്ങളുടെ എല്ലാവരുടെയും മുന്നിൽ പങ്കുവയ്ക്കുകയാണ്. ആദ്യമായിട്ട് എൻ്റെ അമ്മ മാതാവ് തന്ന വലിയ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ, ഞങ്ങളൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഇട്ടിരുന്നു നേഴ്സിങ്ങിൻ്റെ. ആദ്യം ഞാൻ എടത്വ എന്ന് പറയുന്ന സ്ഥലത്ത് ചെറിയൊരു സ്ഥാപനമായിരുന്നു ഇട്ടിരുന്നത്. അത് കഴിഞ്ഞ് പുതുപ്പള്ളിയിലിട്ടു. അത് എനിക്ക് വലിയ ഇതൊന്നും ആയിട്ടില്ലായിരുന്നു. എങ്കിലും ഞാൻ അമ്മ മാതാവിൻ്റെ സന്നിധിയിൽ വന്ന് 2023 ഉടമ്പടി എടുത്ത് ഈ പുണ്യഭൂമിയിൽ എന്ന് ഞാൻ കാലുകുത്തി അന്നു മുതൽ അമ്മ മാതാവ് എനിക്ക് അനുഗ്രഹത്തിൻ്റെ പെരുമഴയായി തന്നു. ഞങ്ങൾ ഫെബ്രുവരി 12 2024 ഫെബ്രുവരി 12 ചങ്ങനാശ്ശേരിയിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഇട്ടു. ഞാൻ 10 വന്നു, അച്ഛനെ കണ്ടു, ബ്ലെസ് ചെയ്തു. 11 രാത്രി വരെ എനിക്ക് 110 കുട്ടികളായിരുന്നു വേണ്ടത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓപ്പണിങ്ങിൽ. എനിക്ക് 11 വൈകിട്ട് വരെ 70 കുട്ടികളെ ഉള്ളായിരുന്നു. ഞാൻ വളരെയേറെ ഭാരപ്പെട്ടു. അമ്മ മാതാവിനോട് തൈലവും ഉപ്പും ഇട്ടു പ്രാർത്ഥിച്ചു. രാവിലെ ഓപ്പണിംഗ് സമയത്ത് എനിക്ക് 110 കുട്ടികളെ വേണ്ടിടത്ത് എൻ്റെ അമ്മ മാതാവ് എനിക്ക് 130 കുട്ടികളെ തന്ന് അനുഗ്രഹിച്ചു. അതിന് ഞാൻ മാതാവിനോടും ഈശോയോടും കോടാനുകോടി നന്ദി പറയുന്നു. അച്ഛനെ കണ്ട് ബ്ലെസ് ചെയ്തപ്പോൾ അച്ഛൻ പറഞ്ഞു, കാശിരൂപം തന്നു, ഇത് കൊണ്ടുപോയി ഉപ്പ് ഇട്ട് പ്രാർത്ഥിച്ച് താക്കോലും വെഞ്ചരിച്ച് തന്നിരുന്നു. അതിനുശേഷമാണ് എനിക്ക് 130 കുട്ടികളെ അമ്മ മാതാവ് തന്നത്. അത് കഴിഞ്ഞ് രണ്ടാമത്തെ നിയോഗം എന്ന് പറഞ്ഞാൽ, ഞാൻ മകനെ പഠിപ്പിക്കാനായിട്ട് വിദ്യാഭ്യാസ ലോൺ എടുത്തായിരുന്നു. 3 ലക്ഷം രൂപ എടുത്തെടുത്ത് എനിക്ക് 5,30,000 രൂപ ജപ്തി നോട്ടീസായി വന്നു. ആദ്യം വന്ന് ഞാനതൊന്നും കാര്യമാക്കിയില്ല. രണ്ടാമതും വന്ന് കാര്യമാക്കിയില്ല. മൂന്നാമത് വന്നു. ഞാൻ ബാങ്കിൽ നിന്ന് വന്ന ജപ്തി നോട്ടീസുമായി അച്ഛൻ്റെ അടുത്ത് വന്നു. അച്ഛനെ കണ്ടു, ബ്ലെസ് ചെയ്തു. അച്ഛൻ കാശ് രൂപം തന്നു. നീ ധൈര്യമായി പൊയ്ക്കോളാൻ പറഞ്ഞു. ഞാൻ ആ കാശ് രൂപമായി ബാങ്കിലേക്ക് പോയി. എനിക്ക് 5,30,000 രൂപ അടയ്ക്കേണ്ടിടത്ത് എൻ്റെ അമ്മ മാതാവ് 1.5 ലക്ഷം രൂപ എനിക്ക് അടച്ച് എൻ്റെ ലോണ് ക്ലോസ് ആക്കി തന്നു. എന്നോട് ആദ്യം ഞാൻ ചെല്ലുമ്പം മാനേജർ പറയും, അടച്ചേ പറ്റത്തുള്ളൂ, ഒരു വിട്ടുവീഴ്ചയില്ലെന്ന്. ആ മാനേജർ എന്നോട് ചോദിച്ചു, എത്ര രൂപ നിങ്ങൾക്ക് അടയ്ക്കാമെന്ന് ചോദിച്ചു. 1 ലക്ഷം രൂപ എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു, 1.5 ലക്ഷം രൂപയിൽ നമുക്ക് അടച്ച് ക്ലോസ് ചെയ്യാം എന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ മാതാവും ഈശോയും അത് എനിക്ക് വലിയൊരു അനുഗ്രഹമായി തന്നതിന് കോടാനുകോടി നന്ദി മാതാവിനോടും ഈശോയോടും ഞാൻ പറയുന്നു. മൂന്നാമതായി എനിക്കൊരു വീട് ഉണ്ടായിരുന്നു. അത് 2018 പ്രളയം വന്നപ്പോൾ മൊത്തവും പോയിരുന്നു. അങ്ങനെ ഞങ്ങളുടെ ഇടവകയിൽ നിന്നും പഞ്ചായത്തിനുമായി എനിക്കൊരു വീട് തന്നു. എൻ്റെ കയ്യിൽ സാമ്പത്തികമൊന്നുമില്ലാത്തത് കൊണ്ട് ഞങ്ങളത് വലിയ പൊക്കമൊന്നുമില്ലാതെ ആണ് അന്ന് ഭവനം പണിതത്. വെള്ളം കയറുന്ന സ്ഥലമായതുകൊണ്ട് എപ്പം വെള്ളം പൊങ്ങിയാലും എൻ്റെ വീട്ടിൽ വെള്ളം കയറുകയും ഞാൻ കുഞ്ഞുങ്ങളെയും കൊണ്ട് വേറെ സ്ഥലങ്ങളിൽ പോവുകയും സാധനങ്ങളൊക്കെ എപ്പോഴും മാറ്റുകയും ചെയ്തു. വളരെയേറെ ഭാരപ്പെട്ടു. ഞാനിവിടെ വന്ന്
നിയോഗത്തിൽ അമ്മയോട് വെച്ചു. അമ്മ മാതാവ് എനിക്ക് സ്വപ്നം കാണാത്ത വിധത്തിലൊരു വീട്, 2 നില വീട് തന്ന് എൻ്റെ അമ്മ മാതാവ് എന്നെ അനുഗ്രഹിച്ചു. അതിന് ഞാൻ അമ്മ മാതാവിനോടും ഈശോയോടും കോടാനുകോടി നന്ദി പറയുന്നു. ആദ്യം ആ വീട് വയ്ക്കാൻ തുടങ്ങിയപ്പോൾ എൻ്റെ ഹസ്ബൻഡിൻ്റെ ബന്ധത്തിലുള്ള ഒരാൾ പറഞ്ഞു, ഞങ്ങൾ തന്നു സഹായിച്ചോളാം എന്ന് പറഞ്ഞു. അവസാന നിമിഷമായപ്പോൾ അവർ കൈയൊഴിഞ്ഞു. എൻ്റെ ഹസ്ബൻഡും മകനും വളരെയേറെ നിരാശപ്പെട്ടു. എവിടുന്ന് തുടങ്ങും, എവിടുന്ന് അവസാനിക്കുമെന്നും അവർ ചോദിച്ചു. ഞാൻ പറഞ്ഞു, എൻ്റെ അമ്മ മാതാവ് ഇത്രത്തോളം തന്നില്ലേ, ഒരു വാതിൽ അടയുമ്പോൾ 9 വാതിൽ എൻ്റെ ഈശോയും മാതാവും തുറക്കുമെന്ന്. ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാൾ ഉപരിയായി ഞാൻ എൻ്റെ ജീവിതത്തിൽ സ്വപ്നം കാണാൻ പോലും കഴിയാത്ത ഒരു വീട് തന്ന് എൻ്റെ അമ്മ മാതാവ് ഈശോയും എന്നെ അനുഗ്രഹിച്ച്. അതിന് ഞാൻ എത്ര നന്ദി പറഞ്ഞാലും മതി വരത്തില്ല. അതിന് എൻ്റെ അമ്മ മാതാവിനോട് ഈശോയോട് ഞാൻ കോടാനുകോടി നന്ദി പറയുന്നു. എല്ലാം ഞങ്ങളുടെ ആരുടെയും വലിയ ഇതൊന്നും അല്ല, ഞങ്ങൾക്ക് ആരും തന്ന് സഹായിക്കാൻ. അതെല്ലാം എൻ്റെ അമ്മ മാതാവിൻ്റെ വലിയ അനുഗ്രഹമാണ്. ഞാൻ എന്ന് ഈ പുണ്യഭൂമിയിൽ കാലുകുത്തി, ഞാൻ എൻ്റെ ജീവിതത്തിൽ എൻ്റെ ദൈവമക്കളെ ഒത്തിരി സങ്കടങ്ങളും സഹനങ്ങളും ദുരിതങ്ങളും നിന്ദകളും പരിഹാസങ്ങളും അനുഭവിച്ച ഒരു വ്യക്തിയാണ് ഞാൻ. എൻ്റെ കുടുംബവും ഞാൻ ഈ പുണ്യഭൂമിയിൽ വന്നതിന് ശേഷം എൻ്റെ അമ്മ മാതാവ് എനിക്ക് വലിയേറിയ അനുഗ്രഹങ്ങളാണ് തരുന്നത്. ഒരു ഭാഗത്തൂടെ സഹനങ്ങൾ തരുമെങ്കിലും ഒരു ഭാഗത്തൂടെ അമ്മ മാതാവ് വലിയേറിയ അനുഗ്രഹത്തിൻ്റെ പെരുമഴയാണ്. എനിക്ക് എത്ര പറഞ്ഞാലും മതി വരാത്തതുപോലാണ് എൻ്റെ അമ്മ മാതാവ് ഈശോയും എനിക്ക് തരുന്നത്. ഞാൻ ഏതൊരു കാര്യം ഉണ്ടെങ്കിലും എൻ്റെ അമ്മ മാതാവിൻ്റെ ഉപ്പും തൈലവും തേനും ഉപയോഗിച്ച് ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ മുട്ടുമേ നിന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടോ? എൻ്റെ അമ്മ മാതാവ് എനിക്ക് അത്ഭുതകരമായി നടത്തി തന്നിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ വസ്തു മേടിച്ചിട്ട് 10-13 വർഷമായിരുന്നു. എനിക്ക് വഴിയില്ലായിരുന്നു, നടന്നു പോകാനും ഒരു ചെറിയ ആക്റ്റീവ വരാൻ ഉള്ള വഴിയേ ഉള്ളായിരുന്നു. അതും ഞാനിവിടെ അച്ഛനോട് വന്ന് പറഞ്ഞു. അച്ഛൻ എന്നെ പ്രാർത്ഥിച്ചു, എനിക്ക് കാശ് രൂപം തന്നു. അതുകൊണ്ട് അവിടെ വെഞ്ചരിച്ച കാശ് രൂപം കുഴിച്ചിടുകയും ഉപ്പിട്ട് പ്രാർത്ഥിക്കുകയും എനിക്ക് തടസ്സമായി കിടന്ന വഴി അത്ഭുതകരമായി ഇന്ന് എൻ്റെ വീട്ടിൽ എൻ്റെ കാറ് എൻ്റെ മുറ്റത്ത് വരും. അതുപോലൊരു വഴി എൻ്റെ അമ്മ മാതാവ് എന്നെ തന്ന് അനുഗ്രഹിച്ചു. അതിനും ഞാൻ അമ്മ മാതാവിനോട് കോടാനുകോടി നന്ദി പറയുന്നു. എത്ര നന്ദി പറഞ്ഞാലും മതി വരത്തില്ല ദൈവമക്കളെ. പിന്നെ ഞാനെല്ലാ ദൈവമക്കളെ ഒരു കാര്യം, ഞാനിവിടെ എല്ലാ മാസവും ലാസ്റ്റത്തെ ശനിയാഴ്ച രാത്രിയിൽ അഖണ്ഡ ജപമാലയ്ക്ക് വരും. ആ സമയത്ത് ഞാനിങ്ങോട്ട് വന്ന വഴി വലിയൊരു ആക്സിഡൻറ്റ് പറ്റി. എൻ്റെ കൂടെ വന്നവർ ഇങ്ങ് പോന്നു. ഞാൻ അവരുടെ ഒപ്പം പിടിക്കാൻ വേണ്ടി വണ്ടി ഇച്ചിരി സ്പീഡ് വിട്ടു. ഞാനൊരു പാണ്ടി ലോറിയുടെ സൈഡിലായിരുന്നു. പാണ്ടി ലോറിയുടെ ലാസ്റ്റത്തെ ടയറ് എൻ്റെ കാലിലൂടെ കയറി ഇറങ്ങി. ആ സമയത്ത് എൻ്റെ വണ്ടിയിൽ എൻ്റെ അമ്മ മാതാവിൻ്റെ തൈലമുണ്ടായിരുന്നു. എൻ്റെ പുറകിൽ ബ്ലോക്കായ വണ്ടിക്കാരെല്ലാം ഓടി വന്ന് പറഞ്ഞു, ഹോസ്പിറ്റലിൽ പോകാം, ആംബുലൻസ് പിടിക്കാം. ഞാൻ അവരോട് പറഞ്ഞു, എൻ്റെ വണ്ടിയിൽ അമ്മ മാതാവിൻ്റെ തൈലമുണ്ട്, അത് എടുത്ത് കൊണ്ടുവരാൻ പറഞ്ഞു. അത് തോത്തു. ഞാൻ ആ കാലും വെച്ചു വണ്ടാനം മെഡിക്കൽ കോളേജിൻ്റെ അവിടുന്ന് ആ കൃപാസനത്തിൽ വന്നു. അഖണ്ഡ ജപമാല കൂടി വെളുപ്പിനെ 4 മണിക്കാണ് വീട്ടിൽ ചെന്നത്. വീട്ടിൽ ചെന്ന് കഴിഞ്ഞിട്ടും ഞാൻ ഹോസ്പിറ്റലിൽ പോയി. അവിടെ ചെന്ന് ഡോക്ടർ പറഞ്ഞ് എക്സ്റേ എടുക്കാൻ പറഞ്ഞു. എക്സ്റേ എടുത്തു. അതും വലിയ അത്ഭുതമെന്ന് പറയട്ടെ, ഭയങ്കര അത്ഭുതമായിരുന്നു. ആ പാണ്ടി ലോറിയുടെ ടിപ്പർ കയറിയ എൻ്റെ കാലിൽ കുഞ്ഞാം വിരലിന് മാത്രം ഒരു ചെറിയ ചതവേ ഉള്ളായിരുന്നു. അവിടുന്നും എൻ്റെ മാതാവ് ഈശോയും എനിക്ക് വലിയ അനുഗ്രഹങ്ങൾ തന്ന് എന്നെ സഹായിച്ചു. കാരുണ്യ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞാൽ പത്രം വാങ്ങിക്കും. ഞാൻ എല്ലാ മാസവും ആദ്യ ചൊവ്വാഴ്ച വന്ന് 2-3 കെട്ട് പത്രം വാങ്ങിച്ച് ഞാൻ ഹോസ്പിറ്റലുകളിൽ കൊണ്ടുപോകും. ആദ്യമൊക്കെ പത്രം ഞാൻ കൊണ്ടു നടക്കുമ്പോഴത്തേക്ക് എല്ലാവരും എന്നെ കളിയാക്കുമായിരുന്നു. എന്നോട് പലരും പറഞ്ഞ്, എൻ്റെ ഒരു ചേട്ടൻ എന്നോട് പറഞ്ഞു,
എൻ്റെ വെളുത്ത മുടി ഒന്ന് കറപ്പിച്ച് തരാമോ എന്ന് ചോദിച്ചു. അങ്ങനെ ഒത്തിരി നിന്ദകളും പരിഹാസങ്ങളും, കാണുന്നവരെല്ലാം നമ്മളെ കളിയാക്കുമായിരുന്നു. വലിയ എങ്കിലും അങ്ങനെ നമ്മളെ നിന്ദിച്ചെടുത്ത് പരിഹസിച്ചെടുത്തുമാണ് എൻ്റെ കർത്താവ്, എൻ്റെ അമ്മ മാതാവും മാനിക്കത്തക്ക വിധം വിളിച്ച് എന്നെ ഇത്രത്തോളം ഉയർത്തിയ വൻകൃപയോർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യും. ആത്മീയവചനം പറഞ്ഞാൽ ഞാൻ ഇവിടെ വന്ന് എല്ലാ മാസവും ഇവിടെ വന്നിരുന്ന് പ്രാർത്ഥിക്കുകയും എൻ്റെ അടുത്തിരിക്കുന്നവരോട് എനിക്ക് കിട്ടിയ അത്ഭുതങ്ങൾ പറയുകയും ഞാൻ അങ്ങനെ 5-6 പേരെയൊക്കെ വെച്ച് ഒരു നമ്പർ മേടിച്ച് ഞാനൊരു ഗ്രൂപ്പ് ഉണ്ടാക്കി. കൃപാസന ഗ്രൂപ്പ് എന്ന് പറയുന്നതിൻ്റെ അഡ്മിനായി. എനിക്ക് ഇപ്പോൾ എൻ്റെ ഗ്രൂപ്പിൽ 70 പേരുണ്ട്. എനിക്ക് അങ്കമാലി, എറണാകുളം, ഇരിഞ്ഞാലിക്കുട, ഹരിപ്പാട്, അങ്ങനെ ആലുവ, ഒത്തിരി ഇടത്തുള്ള സഹോദരിമാരുണ്ട്. ഞങ്ങൾ എന്ന് പറഞ്ഞാൽ എല്ലാ മാസവും വണ്ടാനം മെഡിക്കൽ കോളേജിൽ ക്യാൻസർ വാർഡിൽ 450 പൊതിച്ചോറ് കൊടുക്കുവാൻ മാതാവ് ഈശോയും ഞങ്ങളെ അനുഗ്രഹിക്കുന്നുണ്ട്. പിന്നെ അനാഥാലയങ്ങളിൽ പോകും, അമ്മച്ചിമാർക്ക് ഡ്രസ്സുകൾ വാങ്ങിക്കൊടുക്കും, അവർക്ക് ഫുഡ് കൊടുക്കും, അങ്ങനെ ചെയ്യുന്നതുണ്ട്. അമ്മ മാതാവ് തന്ന കൊടാനുകൂടി അനുഗ്രഹങ്ങൾ എത്ര നന്ദി പറഞ്ഞാലും എനിക്ക് മതി വരത്തില്ല. എന്നെ ഒന്നുമില്ലാഴികയിൽ ഇത്രത്തോളം ഉയർത്തി അത്ഭുതകരമായി അതിശയമായി നടത്തുന്ന എൻ്റെ അമ്മ മാതാവിനും തിരുകുമാരനും ഞാൻ കോടാനുകോടി നന്ദി പറയുന്നു. ഞാൻ കർത്താവിനെ പാടി സ്തുതിക്കും. അവിടുന്ന് എന്നോട് അതിരറ്റ കരുണ കാണിച്ചിരിക്കുന്നു. സങ്കീർത്തനം 13:6. ഈ വചനം ദൈവം തനിക്ക് നൽകിയ കരുണയും നന്മയും പറ്റി ഓർത്ത് പാടുന്ന സന്തോഷിക്കുന്ന ദാവീദ് രാജാവിൻ്റെ വചനമാണ്. ഇത് തന്നെയാണ് നമ്മൾ ഇന്നിവിടെ കേട്ടതും. ദുഃഖത്തിൽ നിന്ന് വിശ്വാസത്തിലേക്കും, വിശ്വാസത്തിൽ നിന്ന് സ്തുതിയിലേക്കും സന്തോഷത്തിലേക്കും എത്തുന്ന ഒരു ഹൃദയമാറ്റത്തിൻ്റെ പ്രത്യക്ഷീകരണ സാക്ഷ്യമാണ് മഞ്ജു കോശി എന്ന മകൾ നമ്മോട് ഷെയർ ചെയ്തത്. ഈ മകളുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ഇടപെടലിൻ്റെ സമയച്ചുരുക്കം നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാവുന്നതാണ്. ഈ മകളുടെ വിശ്വാസം മൂലമാണ്, ഈ മകളുടെ പ്രാർത്ഥനാ ജീവിതവും ഉടമ്പടി നിബന്ധനകൾ പാലിച്ചതു മൂലമാണ് ഈ മകൾക്ക് കിട്ടിയ അനുഗ്രഹങ്ങളെല്ലാം എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് അത്ഭുതകരമായി ഉയർത്തിയത് 2 പ്രാവശ്യവും പല സ്ഥലങ്ങളിൽ ട്രൈ ചെയ്തു. അവസാനം ഉടമ്പടി എടുത്തതിന് ശേഷം തുടങ്ങിയ ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ബ്ലെസ് ചെയ്യാനായിട്ട് നമ്മുടെ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ അടുത്ത് താക്കോലുമായാണ് ഈ മകൾ വന്നത്. അച്ഛൻ്റെ അനുഗ്രഹം മേടിച്ച ശേഷമാണ് ആ ഇൻസ്റ്റിറ്റ്യൂട്ട് തുറന്നത്. അന്നും ഇതുപോലെ തന്നെ 12-ാം തീയതി ഓപ്പണിംഗ് ഡേ, 11-ാം തീയതി ആയിട്ടും 110 കുട്ടികളാണ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വേണ്ടത്. തുടങ്ങേണ്ട ദിവസം രാവിലെ ആയിട്ടും എത്തിയിട്ടില്ല. 12-ാം തീയതി തുറക്കുന്ന സമയമായപ്പോഴാണ് 110-ന് പകരം 130 കുട്ടികളെ നൽകി ആ ഇൻസ്റ്റിറ്റ്യൂട്ട് ഈശോ ബ്ലെസ് ചെയ്തത്. ഓരോ പ്രാവശ്യം ഈ മകൾ അച്ഛൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിക്കുമ്പോഴും വിശ്വാസത്തോടെ അമ്മയോട് പറഞ്ഞിട്ട് പോകുമ്പോൾ ഓരോ കാര്യങ്ങളും അമ്മ അങ്ങ് ഏറ്റെടുത്ത് ഈശോയോട് പറഞ്ഞു കൊടുക്കുകയാണ് ഈ മകൾക്ക്. ജോസഫ് അച്ഛൻ്റെ 39 വർഷത്തെ പൗരോഹിത്യ ജീവിതത്തിൽ ലഭിച്ച ഈശോയുടെ അനുഗ്രഹവും ത്യാഗപൂർണവും പ്രാർത്ഥനാപൂർണവുമായ ജീവിതത്തിൽ നിന്നുള്ള ആ ഷെയറിൽ നിന്നാണ് നമുക്ക് അനുഗ്രഹം ലഭിക്കുന്നത്. അച്ഛൻ പറഞ്ഞതുപോലെ തന്നെ ഈ മകൾ മുന്നോട്ട് പോയി ഇപ്പോഴും ആ ഇൻസ്റ്റിറ്റ്യൂട്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു. ഇതെല്ലാം ഈശോയും പരിശുദ്ധമ്മയും ചേർന്ന് നിന്ന് ഈ മകളുടെ ജീവിതത്തിൽ കൊടുത്ത അനുഗ്രഹമാണ്. പിന്നെയാണ് ലോൺ ജപ്തി. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത എല്ലാ പ്രതീക്ഷകളും മായഞ്ഞപ്പോഴാണ് വീണ്ടും പരിശുദ്ധമ്മയുടെ അരികിലേക്ക് വന്നത്. എപ്പോഴും എല്ലാ കഷ്ടതകളിലും ദുഃഖങ്ങളിലും ഓടി വന്ന് തുറന്നു കിടക്കുന്ന ഒരു കവാടമാണ് കൃപാസനത്തിൻ്റെ ഈ കവാടം. ഈ സന്നിധിയിൽ വന്ന് പരിശുദ്ധ അമ്മയോട് കരഞ്ഞു പറയുമ്പോൾ എല്ലാം അമ്മ അങ്ങ് ഏറ്റെടുക്കുകയാണ്. ആ ജപ്തി ലോണും എല്ലാം പരിശുദ്ധ അമ്മ അതും ക്ലോസ് ആക്കി കൊടുത്തു ഈ മകൾക്ക്.
പിന്നെ വീട് എന്നുള്ളൊരു സ്വപ്നമായിരുന്നു. വളരെ കാലമായി നമ്മൾ കേട്ടു എത്ര ബുദ്ധിമുട്ടിയാണ് അവർ ജീവിച്ചത്. പലരെ സഹായിച്ചാണ് ഒരു വീടുണ്ടാക്കിയത്. എന്നിട്ടും അവിടെയും അവർക്ക് കഴിയുവാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അത് വീട് ഒരു സ്വപ്നമായിരുന്നു. ആ സ്വപ്നമാണ് അവർ നിയോഗത്തിൽ വെച്ച് സമർപ്പിച്ച് പ്രാർത്ഥിച്ചത്. ആ സ്വപ്നം കാണാൻ പോലും പറ്റാത്ത രീതിയിലാണ് ഈശോയും അമ്മയും അവരെ അനുഗ്രഹിച്ച് ഒരു നല്ലൊരു വീട് നൽകിയത്. പിന്നെ വീട്ടിലേക്കുള്ള ഒരു വഴി, 13 വർഷത്തോളം വഴിയില്ലാത്ത ഒരു വീടായിരുന്നു അവർക്കുണ്ടായിരുന്നത്. സമയ ചുരുക്കത്തിൻ്റെ അമ്മ 13 വർഷമായി ഉള്ളത് നിയോഗം വെച്ച് കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് സമയ ചുരുക്കത്തിന് അമ്മ ഷോർട്ടാക്കി കൊടുത്ത് അവർക്ക് ആ വഴിയും നടത്തി കൊടുത്തു. എല്ലാ സൗകര്യങ്ങളുമുള്ള ഒരു വീടാണിപ്പോൾ അവർക്ക് ഈശോയും അമ്മയും കൂടി ചേർന്ന് കൊടുത്തത്. സമയ ചുരുക്കത്തിൻ്റെ അമ്മയാണ് നമ്മുടെ കൂടെയുള്ളത്. നമ്മുടെ ഓരോ കാര്യത്തിലും ഓരോ ആവശ്യങ്ങളിലും നമ്മൾ അമ്മയുടെ അടുക്കൽ വരുമ്പോൾ അമ്മയൊന്നും നിരസിക്കാറില്ല. വിശ്വസ്തയോടെ, ഭക്തിയോടെ, ആത്മാർത്ഥതയോടെ ഉടമ്പടി ജീവിതം നയിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിലും അനുഗ്രഹങ്ങൾ ഓരോന്നായി വർഷിക്കുന്നത്. ഈ മകളുടെ ജീവിതത്തിൽ ഇതാണ് നമ്മൾ കാണുന്നത്. ഓരോ കാര്യത്തിലും ജോസഫ് അച്ഛൻ്റെ ബ്ലെസ്സിങ് കിട്ടിയപ്പോഴും 39 വർഷത്തെ പൗരോഹിത്യത്തിൻ്റെ ആ അനുഗ്രഹത്തിൽ ആ വിശ്വാസവും പ്രാർത്ഥനയും നമുക്കും അനുഗ്രഹം ലഭിക്കുന്നു. ഈ ആലയത്തിലെത്തുന്ന ഓരോരുത്തർക്കും നമുക്കെല്ലാവർക്കും ദൈവത്തിൻ്റെ സാന്നിധ്യം മനസ്സിലാക്കുവാനും അമ്മയുടെ അനുഗ്രഹം ലഭിക്കുവാനും ഉടമ്പടി ജീവിതം വിശ്വസ്തയോടെ മുന്നോട്ട് നയിക്കുവാനും നമ്മെ എല്ലാവരെയും ഈശോയും പരിശുദ്ധ അമ്മയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഈ മകൾക്കും കുടുംബത്തിനും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും കരങ്ങളടിച്ച് മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ആദ്യമായി ഈശോപ്പച്ചനും അമ്മ മാതാവിനും ഒത്തിരി നന്ദി പറയുന്നു. എൻ്റെ പേര് വിനിത. ഞാൻ വരുന്നത് തൃശ്ശൂരിൽ നിന്നും. ഇതെൻ്റെ മകൾ ഹെന്ന, ഇതെൻ്റെ ഭർത്താവ് പോളി. ഞാൻ ആദ്യമായി ഒരു 4 വർഷം മുമ്പാണ് ഇവിടെ വന്നത്. അന്ന് എനിക്ക് ഉടമ്പടി എടുക്കാനൊന്നും പറ്റിയില്ല. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊരു വിശ്വാസമില്ലാതെ ഞാനിവിടെ ആദ്യം വന്നത്. അങ്ങനെ ഞാനിവിടെ വന്ന് തിരിച്ചു പോയി. വീണ്ടും ഞാൻ 2023 ഇവിടെ വന്നു. അന്ന് എൻ്റെ മകൾ ജർമ്മൻ ഭാഷ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. ആ സമയത്ത് അവളുടെ ഫ്രണ്ട്സ് പറഞ്ഞിട്ടാണ് അവൾക്ക് നിർബന്ധമായിട്ട് ഉടമ്പടി എടുക്കണം എന്നുള്ളത് വാശി പിടിച്ചിട്ടാണ് ഇവിടെ വന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവളുടെ വാശിക്ക് പോരുന്ന വഴിക്ക് മുഴുവൻ ഞാൻ പ്രാർത്ഥിച്ചു, ദൈവമേ ഉടമ്പടി എടുക്കാൻ സാധിക്കില്ല. കാരണം എനിക്ക് അത്രത്തോളം പേടി ഉണ്ടായിരുന്നു. പിന്നെ എന്താവും അറിയില്ല ഉടമ്പടി എടുത്താൽ. അങ്ങനെയാണ് ഞാനിവിടെ വന്നത്. ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാനായിട്ട് എത്രയേക്കാളും ഒരു അരമണിക്കൂർ മുമ്പ് വീട്ടിൽ നിന്ന് ഒരു വിളി വന്നു. എൻ്റെ വീട്ടിൽ നിന്നൊരു ഫോൺ കോൾ വന്നു. അങ്ങനെ അപ്പച്ചൻ്റെ പെങ്ങളുടെ ഭർത്താവ് മരിച്ചു, നിങ്ങൾ തിരിച്ചു പോരെയെന്ന് പറഞ്ഞു. പിന്നെ ഇവിടെ എത്തിയതല്ലേ എന്ന് വിചാരിച്ചിട്ട് ഇവിടെ വന്നു, ടോക്കൺ എടുത്തു. ഉടമ്പടി എടുക്കാനായിട്ട് മോളിൽ കയറി കഴിഞ്ഞിട്ടും ഉടമ്പടി എടുക്കാൻ സാധിച്ചില്ല. തിരിച്ചിറങ്ങി പോന്നു, പത്രം തിരിച്ചു കൊടുത്ത് വീട്ടിൽ പോയി. അങ്ങനെയാണ് ഉണ്ടായിരുന്നത്. പിന്നീട് ഞാനിവിടെ വരുന്നത് 2025 മെയ് 22-ാം തീയതിയാണ് ഇവിടെ വരുന്നത്. അതും മോളുടെ എക്സാം പാസ്സായി, അവൾക്ക് പോകാൻ സാധിക്കണില്ല ജർമ്മനിയിലേക്ക്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എന്നോട് ആരും പറയുന്ന പോലെ എനിക്ക് തോന്നി എൻ്റെ മാതാവാണെന്ന് എനിക്ക് കുറച്ച് വിശ്വാസമുണ്ട്. ഇത് ഉടമ്പടി എടുത്താലേ ശരിയാവുള്ളൂ, നീ കൃപാസനത്തിൽ പോകുന്നു. അങ്ങനെ ഞാൻ ഒന്നും നോക്കിയില്ല. 2 ദിവസത്തിനുള്ളിൽ ഇവിടെ വന്നു. മെയ് 22-ാം തീയതി ഇവിടെ വന്നു, ഉടമ്പടി എടുത്തു 6 നിയോഗം വെച്ചു. അതിൽ മോളുടെ ജർമ്മനി പോകുന്ന കാര്യം ഒഴികെ ബാക്കിയെല്ലാം ദൈവം അനുഗ്രഹിച്ച് സാധിച്ചു കിട്ടി. പിന്നീട് ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾക്കൊരു ഏജൻസിയിൽ പൈസ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ പൈസ ഒരു 2 ലക്ഷം രൂപയിൽ മേലെ കൊടുത്തു. ഒന്നും ശരിയായില്ല അവളുടെ പോക്കിൻ്റെ കാര്യങ്ങൾ. ഇൻ്റർവ്യൂ തരാമെന്ന് പറയും, തരില്ല. 15 ദിവസം കഴിഞ്ഞു, 20 ദിവസം കഴിഞ്ഞു, ഇല്ല. പൈസ ചോദിച്ചു, പിന്നെ തരാം എന്നുള്ള മറുപടി മാത്രമായി. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് മാതാവിനോട് ഒത്തിരി പ്രാർത്ഥിച്ചു, കരഞ്ഞു, പ്രാർത്ഥിച്ചു, ജപമാല ചൊല്ലി, അങ്ങനെ എല്ലാം ചെയ്തിരിക്കുന്ന സമയത്ത് എൻ്റെ ഉടമ്പടി ഓഗസ്റ്റ് 22-ാം തീയതി തീരും. ഓഗസ്റ്റ് 21-ാം തീയതി ആ സാറ് വിളിച്ചിട്ട് പറയാണ്, നിങ്ങൾ പോരെ, നിങ്ങളുടെ പൈസ റെഡി ആയിട്ടുണ്ട്, പൈസ തരാമെന്ന്. അങ്ങനെ പൈസ കിട്ടി. പിന്നീട് എനിക്കുണ്ടായ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊരു 22 വർഷത്തോളമായി എൻ്റെ തണ്ടലിൻ്റെ അവിടെ ഒരു നട്ടെല്ലിൻ്റെ ബാക്ക് സൈഡിലായിട്ട് ഒരു മുഴയല്ല കുരുവാണോ എന്ന് ചോദിച്ചാൽ അതുമല്ല, അങ്ങനെ ഒരു സംഭവം വരും. എന്നും അത് ആശുപത്രിയിൽ പോവും, കീറും, സ്റ്റിച്ചിടും. ഒരു 6 തവണയോളം അവിടെ അങ്ങനെ കീറി സ്റ്റിച്ചിട്ടുണ്ട്. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആദ്യത്തെ ഉടമ്പടിയിലായിരിക്കുന്ന സമയത്ത് ഈ കുരു വന്നു കഴിയുന്ന സമയത്ത് ഞാൻ ഡോക്ടറെ കണ്ടപ്പോൾ എന്നോട് പറഞ്ഞു, ഇനി ഇതിങ്ങനെ കീറി സ്റ്റിച്ചിട്ടിട്ട് കാര്യമില്ല, ഇത് ഓപ്പറേഷൻ ചെയ്യണം. ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കിത് മൊത്തം വേരോടുകൂടി ഇതിൻ്റെ ഇൻഫെക്ഷനും കാര്യങ്ങളും ഉള്ളിലുണ്ട്, അതൊക്കെ എടുത്ത് കളയണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഒത്തിരി സങ്കടപ്പെട്ടു. ദൈവമേ എന്ത് ചെയ്യും, ഇനി 2-3 മാസം റെസ്റ്റ് കാര്യങ്ങളൊക്കെയാണ് പറയണത്, എന്ത് ചെയ്യുന്നുള്ള ഒരു ടെൻഷനും പേടിയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കും ഞാൻ കൃപാസനത്തിലെ പത്രം വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതേ അസുഖമുള്ളൊരു കുട്ടി മാതാവിൻ്റെ ഉപ്പ്
കലക്കി വെള്ളം കുടിച്ചു, തൈലം പുരട്ടി പ്രാർത്ഥിച്ചു. ആ സമയത്ത് ആ കുട്ടിയുടെ ഇതുപോലെ ഉണ്ടായ സംഭവം പൊട്ടി പുറത്തേക്ക് പോന്നു. ഓപ്പറേഷൻ വേണ്ടി വന്നില്ല എന്ന് എനിക്ക് മനസ്സിലായി ഞാൻ വായിച്ചതിൽ നിന്ന്. അപ്പം ഞാൻ അതുപോലെ ചെയ്തു, പ്രാർത്ഥിച്ചു. അത്ഭുതം എന്ന് പറയട്ടെ, എൻ്റെ കുരു പൊട്ടി എന്നുള്ളതാണ്. കുരു പൊട്ടിയിട്ട് ബ്ലഡാണ് കൂടുതലും വന്നത്. കുറേ ബ്ലഡ് പോയി, ഒത്തിരി പഴുപ്പും ബ്ലഡും ഒക്കെ പോയി. ഒരു 3 ദിവസത്തോളം അങ്ങനെ വീട്ടിൽ തന്നെ ഇരുന്ന് മുറിവിൻ്റെ മരുന്നൊക്കെ പുരട്ടി അത് പൂർത്തീകരിച്ച് ഉണങ്ങി. ഇപ്പോൾ എനിക്ക് അവിടെ യാതൊരു വിധ പാട് പോലും ഇല്ല എന്നുള്ളതാണ്. ഇനി പറയാനുള്ളത് എൻ്റെ മകൾക്കാണ്. ഭാഗ്യത്തെ മകൾ പറഞ്ഞോളൂ. എൻ്റെ പേര് ഹെന്ന. ഞാൻ കുഴൂരിൽ നിന്നാണ് വരുന്നത്. ഞാൻ 2023 ഹോസ്റ്റലിൽ പഠിക്കുമ്പോഴാണ് ഞാൻ കൃപാസനത്തിനെ പറ്റി കേൾക്കുന്നത്. അതും എൻ്റെ റൂംമേറ്റ് വഴിയായിട്ടാണ്. ആൾ പറഞ്ഞിട്ട് ഞാൻ നിർബന്ധിച്ചാണ് ഞാൻ അമ്മേനെ കൊണ്ട് വന്നത്. അന്ന് വന്നിട്ട് ഞങ്ങൾക്ക് ഉടമ്പടി എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഞങ്ങൾ വന്നു, ഉടമ്പടി എടുത്തു. അത് കഴിഞ്ഞ് എൻ്റെ ജർമ്മനി പോകുന്ന ഒരു കാര്യവും ശരിയാവുന്നില്ല. ഏകദേശം 5-4 ഏജൻസിയോളം ഞങ്ങൾ കൊടുത്തു. പൈസ പോവാന്നല്ലാണ്ട് വേറെ ഒരു വഴി ഉണ്ടായിരുന്നില്ല. അവസാനം ഞങ്ങൾ വേറെ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ചേച്ചിയുടെയിൽ കൊടുത്തു. അന്നാണ് ഞങ്ങളുടെ ഒക്ടോബർ മാസമാണ് ഞാൻ കൊടുത്തത്. ഒക്ടോബർ മാസം ജപമാല മാസം ഞങ്ങളുടെ പള്ളിയിൽ 21-ാം തീയതി കൊന്ത തുടങ്ങിയായിരുന്നു. അന്ന് ഞാൻ കൃപാസന മാതാവിനോട് ഞാൻ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു. എനിക്ക് ഒക്ടോബർ 31-ാം തീയതിക്കുള്ളിൽ എനിക്ക് VFSൻ്റെ ഡേറ്റ് കിട്ടണം. വിസയ്ക്ക് വെക്കാൻ എനിക്ക് ഡേറ്റ് കിട്ടുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഒക്ടോബർ 24-ാം തീയതി അമ്മ മാതാവ് സഹായിച്ച് എനിക്ക് VFSന് ഡേറ്റ് കിട്ടി. നവംബർ 12-ാം തീയതി ഞാൻ വിസയ്ക്ക് വെച്ചു. എനിക്ക് ഇന്നലെയാണ് വിസ വന്നത്. ഞാൻ മാതാവിനെയാണ് ആദ്യം വിസ കാണിച്ചത്. ഞാൻ വേറെ ആരോടും ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ അമ്മ മാതാവിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ അമ്മ മാതാവിനോട് പറഞ്ഞിട്ടേ ഞാൻ വേറെ ആരുടെ അടുത്തും പറയുള്ളൂ എന്ന്. ഇന്നലെ വന്നു, ഇന്നിപ്പോൾ ഇവിടെ വന്നു. ഞാൻ മാതാവിനോട് പറഞ്ഞു. ഞാൻ വിസയ്ക്ക് വെച്ചപ്പോൾ ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി, ഞാൻ എൻ്റെ പാസ്പോർട്ടിൻ്റെ ഉള്ളിൽ തൈലം പുരട്ടി ഉപ്പ് വെതറി, എന്നിട്ടാണ് ഞാൻ വിസയ്ക്ക് വെച്ചത്. അതുപോലെ തന്നെ മാതാവിൻ്റെ വലിയൊരു അനുഗ്രഹമായിരുന്നു എനിക്ക് വിസ വന്നത്. ഞാൻ ഈ ജാനുവരി 1-ാം തീയതി ഞാൻ ജർമ്മനിക്ക് പോവാണ്. അമ്മ മാതാവും ഈശോപ്പച്ചൻ എന്നെ അനുഗ്രഹിച്ചിട്ടുണ്ട്. കാരണം കുറേ കൊടുത്തിട്ടാണ് ശരിയാവാണ്ടിരുന്നത്. അവസാനം മാതാവിനോട് കരഞ്ഞ് പ്രാർത്ഥിച്ചിട്ടാണ് എനിക്ക് മാതാവ് തന്നത്. ഇനി ഞാൻ എൻ്റെ അപ്പച്ചനെ കൊടുക്കാം. എൻ്റെ പേര് പോളി. എനിക്ക് തണ്ടവേന ആയിരുന്നു. ഒരു 15 വർഷം മുന്നേ തണ്ടവേന തുടങ്ങിയതാ. അപ്പം അന്നാണ് ഇവിടെ ഇവർ ഈ പറഞ്ഞ കാര്യം ഇങ്ങോട്ട് പോകുന്ന സമയത്ത് ഞാൻ പറഞ്ഞ് ഇവരെ ഞാൻ കാറിൽ കൊണ്ടുവന്നാക്കിയിട്ട് തിരിച്ച് പോകുമ്പോഴേക്ക് ഞാൻ പറഞ്ഞു, ഞാൻ എന്നെ ഇവിടേക്ക് വിളിക്കരുത്, എനിക്ക് പറ്റണില്ല, കാരണം വണ്ടിയിൽ പോകുമ്പോൾ തണ്ടൽ വേന എടുക്കും. അങ്ങനെ പോയി. പിന്നെ പള്ളിയിൽ ദിവസം പള്ളിയിൽ പോവും, കുർബാന സ്വീകരിക്കും. അപ്പോൾ ജപമാലയുടെ അഖണ്ഡ ജപമാലയുടെ കേസിന് ഞങ്ങളുടെ അടുത്തോട് ചേട്ടൻ പറഞ്ഞു, വണ്ടി പോകുന്നുണ്ട്, പോളി നീ പോരുണ്ടോയെന്ന് ചോദിക്കാണ്. അപ്പം ഞാൻ ആ ചേട്ടൻ്റെ അടുത്തോടെ ഞാനില്ല, കാരണം എനിക്ക് തണ്ടലവേനയാണ്, എനിക്ക് പറ്റില്ല, ഞാൻ അയലക്കത്തൊക്കെ ഒന്ന് പറഞ്ഞേക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ ഇതേ ദിവസം പള്ളിയിൽ പോവും, കുർബാന കാണും, പണിക്ക് പോവും. അപ്പോൾ തണ്ടലവേന വൈകുന്നേരം ആകുമ്പോൾ അതിൻ്റെ തണ്ടലവേന കുഴമ്പിടും. എങ്ങനെയൊക്കെയായിരുന്നു പരിപാടി. അപ്പം എന്തോ മാതാവ് എന്നെ വിളിക്കണ മാതിരി എനിക്ക് തോന്നി. ഞാൻ കുർബാന കഴിഞ്ഞ് രാവിലെ കുർബാന കഴിഞ്ഞ് ഇറങ്ങി വന്നപ്പോൾ ഈ ചേട്ടനവിടെ നിൽക്കാണ്. അപ്പം ഞാൻ പറഞ്ഞു, ചേട്ടന് 3 സീറ്റ് ഞങ്ങളുണ്ട് എന്നും പറഞ്ഞു ഞാൻ അങ്ങോട്ട് പോന്നു. അപ്പോൾ ആ ചേട്ടൻ എൻ്റെ അടുത്ത് ചോദിക്കുകയും ചെയ്ത്, ഞാൻ ആദ്യം പറഞ്ഞപ്പോൾ ചേട്ടൻ ഈ തണ്ടലവേനാണ്, ഞാൻ ഉണ്ടാവില്ല എന്നുള്ള പുള്ളിയും പറഞ്ഞു, ശരിയാണ്, നീ വരണ്ട, അവിടെ തിരക്കായിരിക്കുള്ളൂ, നിന്നെക്കൊണ്ട് പറ്റില്ല. ഇത് ഒരാഴ്ച കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഒരു തോറ്റം പോലെ ഞാൻ തന്നെ ചെന്ന് പറയാണ്, അത് മാതാവിനെ കൊണ്ട് പറയിപ്പിക്കുന്നതാണ്. ചേട്ടൻ ഒരു 3 സീറ്റ്. അപ്പോൾ ആ ചേട്ടൻ്റെ അടുത്ത് തിരിച്ച് ചോദിച്ചില്ല, അത് നിന്നോട് ചോദിച്ചപ്പോൾ തണ്ടലേനാണെന്നുള്ള പറഞ്ഞായിരുന്നേ എന്ന് പുള്ളി ചോദിച്ചില്ലാനും. അങ്ങനെ ഇവിടെ വന്ന് 2 കിലോമീറ്റർ അകലിന് വണ്ടി നിർത്തി ഞങ്ങൾ. അവിടെ നിന്ന് നടന്ന് മാതാവിൻ്റെ അടുത്ത് വന്ന് മാതാവിൻ്റെ അടുത്ത് നിന്ന് കൊന്ത ചൊല്ലി നടന്നിട്ട് അവിടെ വരെയും അറിഞ്ഞു പോലുമില്ല, എങ്ങനെ എത്തിയെന്ന് പോലും അറിയില്ല. അങ്ങനെ ഭയങ്കര അനുഗ്രഹമുണ്ട്. ഇപ്പോൾ തണ്ടലേനൊക്കെ കുറവായി, വളരെയധികം മാറ്റമുണ്ട്. ഞങ്ങൾ വളരെ സന്തോഷത്തിലാണ്. മാതാവിന് നന്ദി പറയുന്നു. അതിന് പിന്നെ കാരുണ്യ പ്രവൃത്തിയായിട്ട് ചെയ്യണത് പത്രം ടൗണുകളിലും മാള ബസ് സ്റ്റാൻഡിലും. പിന്നെ ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഈ പത്രം കൊടുക്കുന്ന സമയത്ത് മാതാവിനോട് പറയും, മാതാവേ ഈ പത്രം അർഹതയുള്ള കൈകളിൽ എത്തണം, അതിനുള്ള ആളുകളെ എനിക്ക് മാതാവ് കാണിച്ചു തരണം. ഈ പത്രം വായിക്കുമ്പോൾ അവരുടെ നിയോഗങ്ങൾ മാതാവ് ഏറ്റെടുക്കുകയും ചെയ്യണം. അങ്ങനെ പറഞ്ഞിട്ട് ഞാൻ പത്രം കൊടുക്കണത്. ഈ പത്രം കൊടുക്കുമ്പോൾ വേണ്ടാന്ന് പറയുന്നവരോട് ഞാൻ പറയും, വേണ്ടെങ്കിൽ ഇങ്ങോട്ട് തിരിച്ച് തന്നേര്. മാത്രമല്ല, നിങ്ങൾ വായിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ പത്രം വാങ്ങിക്കാവൂ, അല്ലെങ്കിൽ വാങ്ങിക്കരുത്. വായിക്കാതിരുന്നിട്ട് പിന്നെ ഇത് വാങ്ങിച്ചിട്ട് കാര്യമില്ല, വായിക്കുന്ന ഒരാൾക്ക് കൊടുക്കാൻ എനിക്ക് സാധിക്കുകയും ചെയ്യും എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പത്രം കൊടുക്കാറ്. പിന്നെ ഈ പറഞ്ഞ പോലെ മരുന്ന് വാങ്ങിക്കാൻ പൈസ ഇല്ല എന്ന് പറയുന്ന ആളുകൾക്ക് പൈസ കൊടുക്കാറുണ്ട്. ഒപ്പം ഭക്ഷണത്തിന് പൈസ ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈസ കൊടുക്കാറുണ്ട്.
ദശാംശം കൊടുക്കാറുണ്ട്, അങ്ങനെയുള്ള കാരുണ്യ പ്രവർത്തികളൊക്കെ ചെയ്യാറുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ ഉടമ്പടിയിൽ ആയിരുന്നപ്പോൾ മുതൽ ഇന്ന് വരെ ഒരു ദിവസം പോലും പള്ളി പോവാതിരിക്കുകയോ കുമ്പസാരിക്കാതിരിക്കുകയോ അല്ലെങ്കിൽ കുടുംബ പ്രാർത്ഥന മുടങ്ങിയോ ഇതുവരെ ചെയ്തിട്ടില്ല. ഇപ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം പോലും പ്രാർത്ഥന മുടങ്ങിക്കഴിഞ്ഞാൽ ഭയങ്കര വിഷമമാണ്, പള്ളിയിൽ പോയില്ലെങ്കിൽ അതിലേറെ വിഷമം. അങ്ങനെയുള്ള ഒരു അവസ്ഥയിലേക്ക് മാറിക്കഴിഞ്ഞു ജീവിതം. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ മാതാവിൻ്റെ അനുഗ്രഹമാണ്. ഒരു വിശ്വാസം ഉണ്ടായിരുന്നില്ല. ഞായറാഴ്ച വെറുതെ പള്ളിയിൽ പോരും. പിന്നെ പോണത് കൊല്ലത്തിൽ 10 ദിവസത്തെ കൊന്തയ്ക്ക് മുടങ്ങാതെ പള്ളിയിൽ പോവും. പിന്നെ ഈ പറഞ്ഞ പോലെ മാതാവിൻ്റെ പെരുന്നാളൊക്കെ വരുമ്പോൾ നമ്മൾ 10 ദിവസത്തെ നവനാളുണ്ടാവും, അതിന് പോവും. അങ്ങനെയൊക്കെ പള്ളിയിൽ പോയിട്ടിരുന്ന ഒരാളാണ് ഞാൻ. ഇപ്പോൾ എനിക്ക് ഒരു ദിവസം പോലും പള്ളിയിൽ പോവാതിരിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ട്. അങ്ങനെ മാതാവ് വലിയൊരു അനുഗ്രഹമാണ് തന്നിരിക്കുന്നത്. പിന്നെ ഞാൻ ഈ കൊച്ചിൻ്റെ വിസ വരാതായിരിക്കുന്ന സമയത്തും എപ്പോഴും ബൈബിൾ എടുത്ത് വായിക്കുമ്പോൾ ഞാനിങ്ങനെ ഇവൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് നിയോഗം വെച്ചിട്ട് പ്രാർത്ഥിക്കുക, മാതാവി വിസയ്ക്ക് അനുസൃതമായിട്ടൊരു വചനം കാണിച്ച് തന്നേക്കണേന്ന് പ്രാർത്ഥിച്ചാണ് ബൈബിൾ തുറക്കാറ്. അപ്പോൾ എനിക്ക് കിട്ടുന്ന ഒരു വചനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൂക്കായുടെ സുവിശേഷം 12-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങളാണ്. ഭയം കൂടാതെ സാക്ഷ്യം നൽകാൻ. ഞാൻ ഒത്തിരി ദിവസമായി പ്രാർത്ഥിച്ചു ഒരുങ്ങണ് ഇവിടെ സാക്ഷ്യം പറയാൻ വേണ്ടിയിട്ട്. ഇവൾ 12-ാം തീയതി വിസയ്ക്ക് വെച്ചു. 19-ാം തീയതി ഞാൻ എൻ്റെ നിയോഗങ്ങളും എൻ്റെ സാക്ഷ്യത്തിനുള്ള കാര്യങ്ങളും ഞാൻ എഴുതി വെക്കുകയും ചെയ്തത് വീട്ടിൽ. എനിക്ക് ഉറപ്പുണ്ടായിരുന്നു അമ്മ മാതാവ് തരുമെന്ന്. അതിപ്പോൾ നിറവേറിയിട്ടുണ്ട്. മാതാവിന് ഞാൻ നവംബർ 30-ാം തീയതി ഞാനിവിടെ വന്ന് പോയായിരുന്നു. അപ്പോൾ മാതാവിനോട് ഞാൻ പറഞ്ഞു, ഇനി കൊച്ചിൻ്റെ വിസയും പാസ്പോർട്ടുമായിട്ട് ഞാനിവിടെ വരുള്ളൂ. മാത്രമല്ല ഇത് മാതാവിൻ്റെ അടുത്ത് വന്ന് പറഞ്ഞതിന് ശേഷമാണ് ഈ വിസ കിട്ടിയെന്ന് മറ്റുള്ളവരോട് ഞാൻ പറയുള്ളൂ എന്ന് മാതാവിന് വാക്ക് കൊടുത്തിട്ടുണ്ട്. ആ വാക്ക് നിറവേറ്റാൻ വേണ്ടിയിട്ട് ഇന്നലെ വിസ കിട്ടി. ഇന്ന് രാവിലെ വെളുപ്പിന് 2:45 ഞങ്ങൾ വീട്ടിൽ നിന്ന് പുറപ്പെട്ടതാണ്. അങ്ങനെയാണ് ഞങ്ങൾ ഇവിടെ എത്തി മാതാവിന് നന്ദി പറഞ്ഞത്. ഇനി ഞാനും എൻ്റെ കുടുംബവും ഇപ്പോഴും മാതാവിൻ്റെ മുമ്പിൽ വെറും നഴ്സറി കുട്ടികൾ മാത്രമാണ്. കാരണം ഞങ്ങൾക്കൊന്നും അറിയില്ല. മാതാവിൻ്റെ കൈ പിടിച്ച് മുന്നോട്ട് പോകാനുള്ള ആത്മീയ വളർച്ച മാതാവ് ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. അപ്പം മാതാവിൻ്റെയും ഈശോപ്പച്ചൻ്റെയും കരം പിടിച്ച് മുന്നോട്ട് പോകാനുള്ള കൃപ നൽകണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ലൂക്ക 17:6 നിങ്ങൾക്ക് ഒരു കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ സിക്കമിൻ വൃക്ഷത്തോട് ചുവടോടെ ഇളകി കടലിൽ ചെന്ന് വേരുറയ്ക്കുക എന്ന് പറഞ്ഞാൽ അത് നിങ്ങളെ അനുസരിക്കും. വിനിത പോളി എന്ന ഈ സഹോദരി ജീവിത പങ്കാളിയോടും മകളോടുമൊപ്പം ഓരോരുത്തർക്ക് ലഭിച്ച മരിയൻ ഉടമ്പടിയിലൂടെ ലഭിച്ച ദൈവാനുഗ്രഹങ്ങളെ സന്തോഷത്തോടെ ഈ എഴുത്താരയിൽ സാക്ഷ്യപ്പെടുത്തുകയാണ്. സഹോദരി സാക്ഷ്യം പറഞ്ഞു തുടങ്ങിയപ്പോൾ നാം കേട്ടത് ഉടമ്പടി പേടിയുള്ളൊരു കാര്യമായിരുന്നു എന്നതാണ്. അത് മോളുടെ നിർബന്ധപ്രകാരം ഉടമ്പടി എടുക്കുവാൻ എത്തിയെങ്കിലും അത് എടുക്കാതെ പോയ കാര്യവും ഒക്കെ സഹോദരി സൂചിപ്പിക്കുന്നുണ്ട്. അത് പലപ്പോഴും പുറത്തുള്ള ഒരു തെറ്റിദ്ധാരണയാണ്. ഉടമ്പടി എന്തോ ഭയപ്പെടുത്തുന്നൊരു കാര്യമാണ്. ഒന്നുമല്ല. ഉടമ്പടി നമ്മളെ ദൈവസ്നേഹത്തിലേക്ക് നയിക്കുകയും വളർത്തുകയും ചെയ്യുന്ന ഏറ്റവും ശ്രേഷ്ഠമായ ഒരു ദൈവിക പദ്ധതിയാണ്. ഉടമ്പടിയിലുള്ള മക്കൾക്കതറിയാം. അത് പ്രത്യേകിച്ചൊരു ജീവിതം നയിക്കുവാൻ ഉടമ്പടി നമ്മളോട് പറയുന്നില്ല. നാം നയിക്കേണ്ട ജീവിതം വൃത്തിയായിട്ട് നയിക്കാൻ ഉടമ്പടി നമ്മളെ സഹായിക്കുകയാണ്. അതിൽ വിശുദ്ധിയോടുകൂടി ജീവിക്കുക, ദൈവഹിതപ്രകാരം ജീവിക്കുക, ദൈവവചനം പ്രാർത്ഥിച്ച് ജീവിക്കുക, ആത്മാവിനെ കളങ്കപ്പെടുത്താതെ ദൈവവരപ്രസാദം നമ്മളിൽ നിലനിൽക്കുന്നതിന് വേണ്ടി ദിവ്യകാരുണ്യം സ്വീകരിച്ചും കുംഭസാരമെന്ന കുദാശയിൽ പങ്കുചേർന്നും നമ്മുടെ ജീവിതത്തെ നന്നായി ഉറപ്പിച്ചു നിർത്തുക. സഹോദരങ്ങളെ അലിവോടെ കാണുക. അവർക്ക് ചെയ്തു കൊടുക്കാനാവുന്ന നന്മകളൊക്കെയും സന്തോഷത്തോടെ ദൈവസ്നേഹത്തോടെ ചെയ്തു കൊടുക്കുക. യേശുവിൻ്റെ സ്വന്തമാണ് നമ്മളെന്ന്, യേശു നൽകിയതാണ് നമ്മുടെ ജീവിതമെന്ന് ലോകത്തോട് ഏത് നിമിഷവും പറയുവാൻ പറ്റുന്ന വിധത്തിൽ പ്രേക്ഷിത പ്രവർത്തനം നമ്മൾ ചെയ്യുക. അത് നമ്മുടെ വിശ്വാസത്തെ മറ്റുള്ളവരുടെ മുമ്പിൽ പ്രഖ്യാപിക്കുന്നതും വിശ്വാസമില്ലാത്തവർക്ക് വിശ്വാസം വളരുന്നതിന് വേണ്ടി നാം അവരെ സഹായിക്കുന്ന മേഖലയാണത്. ഉടമ്പടി മറ്റു രീതികളിൽ നമ്മളെ ഭയപ്പെടുത്തുകയോ നമ്മുടെ സ്വാതന്ത്ര്യത്തെ ഇല്ലാതാക്കുകയോ നമ്മുടെ വ്യക്തിജീവിതത്തെ ചുരുക്കുകയോ ഒന്നും ചെയ്യുന്ന കാര്യങ്ങളൊന്നുമല്ല. നാം ഈ അൾത്താരയിൽ എപ്പോഴും കാണുന്നുണ്ട്. ഈ അൾത്താരയിൽ സാക്ഷ്യം പറയുന്ന മക്കളൊക്കെയും ജീവിതത്തിൻ്റെ വിവിധ മികച്ച മേഖലകളിൽ ഓരോ സേവനം ചെയ്യുന്നവരും തൊഴിലെടുക്കുന്നവരും ജീവിതം നയിക്കുന്നവരുമാണ്. നമ്മൾ എല്ലാ ദിവസവും കാണും ഈ അൾത്താരയിൽ പറയുന്ന സാക്ഷ്യങ്ങളിൽ പകുതിയിലേറെ വിദേശത്ത് നിന്ന് വന്ന സഹോദരങ്ങൾ പറഞ്ഞു പോകുന്നത് നാട്ടിലുള്ള സാഹചര്യങ്ങളെക്കാൾ മെച്ചപ്പെട്ട സാഹചര്യങ്ങൾ, മെച്ചപ്പെട്ട ജോലികൾ, മെച്ചപ്പെട്ട വരുമാനം, മെച്ചപ്പെട്ട ജീവിത നിലവാരം
ഒക്കെയുള്ളവർക്ക് ജീവിക്കുവാൻ പറ്റുന്നതാണ് ഈ ഉടമ്പടി ജീവിതമെന്ന് ലോകത്തോട് ആവർത്തിച്ച് പറയുന്നതാണ് ഓരോ സാക്ഷ്യവും. ലഭിക്കുന്ന ഭൗതിക നന്മകൾ വ്യത്യസ്തമാണെങ്കിലും ജീവിക്കുന്ന ജീവിതം ഉടമ്പടി എടുക്കുന്നവരെല്ലാം ഒന്ന് തന്നെയാണ്. അത് ദൈവനാമത്തെ മഹത്വപ്പെടുത്തിയുള്ള ജീവിതമാണ്. ജീവിതത്തെ നിത്യതയ്ക്ക് വേണ്ടി ഒരുക്കിക്കൊണ്ടുള്ളൊരു ജീവിതമാണ്. ഈ മണ്ണോട് ചേരുന്നതല്ല ജീവിതമെന്ന്, നമുക്ക് വേണ്ടി ദൈവം ഒരുക്കി വച്ചിരിക്കുന്ന സ്വർഗത്തിൻ്റെ വസതിയിലേക്ക് ചെന്നു ചേരുവാൻ പറ്റുന്ന വിധം ഇവിടെ ലഭിച്ചിരിക്കുന്ന ആയുസ്സിൻ്റെ ഓരോ നിമിഷവും ശ്രദ്ധയോടുകൂടി ജീവിക്കുമെന്ന് നാം ദൈവത്തിന് കൊടുക്കുന്ന ഒരു വാക്കും സമർപ്പണവുമാണ് ഉടമ്പടി ജീവിതത്തിലൂടെ നാം തുടർന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഉടമ്പടി ജീവിതത്തിലേക്ക് ആത്മാർത്ഥതയോടെ വിശ്വസ്തയോടെ പ്രവേശിക്കുന്നവരെല്ലാം സന്തോഷത്തോടെ ഉടമ്പടി ജീവിക്കുന്നവരായിരിക്കും. അവർക്ക് ഉടമ്പടി ജീവിതം ഒരിക്കലും ഒരു ഭാരമാവില്ല. മറിച്ച് കുറെ കൂടി തങ്ങളുടെ ഭാരങ്ങൾ ലഘൂകരിക്കുവാൻ, തങ്ങളുടെ അലക്ഷ്യമായ ജീവിതത്തെ കുറെ കൂടി ദൈവ കേന്ദ്രീകൃതമാക്കുവാൻ, തങ്ങളുടെ പാഴ് പരിശ്രമങ്ങളെ ഉപേക്ഷിച്ചുകൊണ്ട് ഫോക്കസ്ഡായി പരിശ്രമിക്കുവാൻ വേണ്ടി സഹായിക്കുന്നതാണ് ഉടമ്പടി ജീവിതം. അതുകൊണ്ട് ഉടമ്പടി ജീവിതം സംശയാലുക്കളാണ് എപ്പോഴും വന്ന് എത്തി നോക്കിയിട്ടൊക്കെ പോകുന്നത്. ഇവിടെ നമുക്ക് എത്തി നോക്കി പോകുവാൻ ഇടം പോലുമല്ല. അങ്ങനെയൊന്നും കൃപാസനത്തിൽ വന്നിട്ട് കാര്യവുമില്ല. ഇവിടെ എന്താ നടക്കുന്നത്, ആരൊക്കെയാ വരുന്നത്, എന്തൊക്കെയാ പറയുന്നത്, എന്തൊക്കെയാ ചെയ്യുന്നത്, എന്തിനാ ഇത്ര ആൾക്കൂട്ടം, എത്തി നോക്കാൻ വരുന്നവർക്ക് ഇവിടെ ഒരു ഇടവുമില്ല. കാരണം എത്തി നോക്കാനുള്ള ഇടമല്ലിത്, മറിച്ച് ദൈവത്തിന് ജീവിതം കൊടുക്കുവാനുള്ള ഇടമാണിത്. അമ്മ മാതാവിൻ്റെ പ്രത്യക്ഷീകരണം ഈ നാളുകളിൽ ദുരന്തങ്ങൾ വരുന്നു പ്രാർത്ഥിക്കണമെന്ന സന്ദേശമാണെങ്കിൽ, ആർക്കൊക്കെ ജീവിതത്തിൽ ദുരന്തങ്ങളുണ്ടോ ആ ദുരന്ത മേഖലകളെ മുഴുവനും ദൈവസന്നിധിയിൽ അർപ്പിച്ചുകൊണ്ട് ലോകത്തിൻ്റെ ശക്തിക്കുപരിയായി ദൈവശക്തിയിൽ എൻ്റെ ജീവിത ദുരന്തങ്ങൾക്ക് പരിഹാരമുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നവർക്ക് വന്നു ചേരാനുള്ള ഇടമാണ് കൃപാസനം എന്നത്. അതുകൊണ്ട് ആ ഒരു അടിസ്ഥാന ബോധ്യത്തിലാണ് ഉടമ്പടി ജീവിതം നമുക്കെപ്പോഴും അനുഗ്രഹമാവുന്നത്. നാം കേട്ട സാക്ഷ്യങ്ങൾ ഓരോന്നും നമ്മൾ അറിഞ്ഞല്ലോ. ആദ്യത്തത് ഒരു സാക്ഷ്യം കേട്ടപ്പോഴാണ് സഹോദരി ഏറെ നാളായി അനുഭവിക്കുന്ന ഒരു രോഗത്തിൻ്റെ സൗഖ്യം എങ്ങനെയെന്ന് മനസ്സിലാവുന്നത്. ഏറെ നാളായി മരുന്ന് കഴിക്കുന്നുണ്ട്, ഒത്തിരി തവണ ശരീരം കീറി പഴുപ്പ് കളയുന്നുണ്ട്. പക്ഷേ അത് രോഗം മാത്രം മാറുന്നില്ല, വീണ്ടും വീണ്ടും അത് ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ഉടമ്പടി സാക്ഷ്യത്തിലാണ് കേൾക്കുന്നത്, ഒരു സഹോദരി ഇതേ രോഗത്തിന് ഉടമ്പടി ഉപ്പ് വിശ്വാസത്തോടെ വിശ്വാസ പ്രമാണം ചൊല്ലി ഇതെനിക്ക് സൗഖ്യത്തിനും ആരോഗ്യത്തിനും കാരണമാകുമെന്ന് അറിഞ്ഞ് പൂർണ്ണമായ ബോധ്യത്തോടെ ഉള്ളിലത് സേവിക്കുകയും അത് ആ കുരു പൊട്ടി ചലം പോയി പിന്നീട് ഒരിക്കലും ഒരു പാടുപോലും ഇല്ലാത്ത വിധത്തിൽ സൗഖ്യപ്പെട്ടെന്ന് സഹോദരി പറയുന്നുണ്ട്. ആ സാക്ഷ്യമാണ് എന്നെ അതുപോലെ ചെയ്യുവാൻ വേണ്ടി പ്രചോദിപ്പിച്ചത്. അത്ര നാളും കറങ്ങി നടക്കുകയും ഓപ്പറേഷൻ ഇനി വേണമെന്ന് ഡോക്ടർമാർ നിർബന്ധിക്കുകയും ചെയ്തപ്പോഴാണ് ഞാൻ അതെല്ലാം ഉപേക്ഷിച്ചിട്ട് സാക്ഷ്യത്തിൽ കേട്ടതുപോലെ എൻ്റെ ജീവിതത്തെ ഒന്ന് അമ്മ മാതാവിന് ഉടമപ്പെടുത്തുവാൻ തയ്യാറായത്. അതാണ് വിശ്വാസത്തോടെ ദൈവസന്നിധിയിൽ ഒരു നിയോഗം സമർപ്പിക്കുക എന്ന് പറയുന്നത്. ലോകത്തിൻ്റെ ശക്തികൾക്കപ്പുറം, വൈദ്യത്തിൻ്റെ മരുന്നുകൾക്കപ്പുറം, കഴിവുകൾക്കപ്പുറം എൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ എനിക്ക് വേണ്ടുന്നതുണ്ട് എന്ന ബോധ്യത്തിൽ ചെയ്യുന്ന ജീവിതമാണത്. അത് ഉപ്പ് കഴിച്ചാൽ ഇതെങ്ങനെ മാറും, യുക്തിയുടെ സംശയങ്ങൾ ഒത്തിരി കൊണ്ടുവരാം. പക്ഷേ ഉപ്പല്ല വിഷയം, മറിച്ച് ദൈവകരങ്ങളിലേക്ക് എളിമപ്പെടുത്തി എൻ്റെ ജീവിതം കൊടുക്കുന്നുവെന്നതാണ് ഇവിടുത്തെ വിഷയം. സഹോദരി പറയുന്നുണ്ട്, ഞാൻ അതുപോലെ ആ സാക്ഷ്യത്തിൽ എന്ത് കേട്ടോ അതുപോലെ ഞാനത് ഉപ്പ് ഞാൻ ഉള്ളിൽ സേവിച്ചു. എൻ്റെ ആ കുരു പൊട്ടിപ്പോയി, ഇന്നൊരു പാടുപോലും ഇല്ലാതെ ഒരു മരുന്ന് പോലും പിന്നീട് കടിക്കാതെ ആരോഗ്യത്തോടെ എൻ്റെ ജീവിതം നിലനിൽക്കുന്നുണ്ടെന്ന്. അതുകൊണ്ടാണ് എപ്പോഴും പറയുക, സാക്ഷ്യങ്ങൾ നമ്മുടെ ഉടമ്പടി ജീവിതത്തെ ബലപ്പെടുത്തുന്നതാണ്. നമ്മൾ സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ പല മേഖലകളിലുള്ളവർ, പല തരത്തിൽ ജീവിത ക്ലേശങ്ങളിലായിരിക്കുന്നവർ, ഒരുപക്ഷെ നമ്മുടെ സമാനമായ വിഷയമുള്ളവർ ഉടമ്പടി എടുത്ത് എങ്ങനെ അമ്മയുടെ മുമ്പിൽ വിശേഷബുദ്ധിയായി ജീവിക്കുകയും വിശ്വാസം പ്രഘോഷിക്കുകയും ചെയ്തുവോ അതവർക്ക് എങ്ങനെ അനുഗ്രഹമായെന്ന് നമുക്കത് മനസ്സിലാക്കുവാൻ സാധിക്കും. നമ്മുടെ ജീവിത പ്രശ്നങ്ങളെ വേഗത്തിൽ പരിഹരിക്കുവാൻ അമ്മ മാതാവ് നമുക്ക് വഴിയൊരുക്കി തരികയും ചെയ്യും. മകൾ പറയുന്നുണ്ട്, അവളുടെ കൂടെയുള്ള എല്ലാവരും ഉടമ്പടി എടുത്ത് ഓരോരുത്തരായി ജർമ്മനിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് പലതവണ വന്നിട്ട് ഉടമ്പടി എടുക്കുവാനാകാതെ പോവുകയും അക്കാര്യമേറെ നീണ്ടുപോവുകയും ചെയ്തപ്പോഴാണ് വീണ്ടും അമ്മ വന്ന് ഉടമ്പടി എടുക്കുന്നത്. ഉടമ്പടി എടുത്ത നാൾ മുതൽ വിശ്വസിച്ച് പ്രാർത്ഥിക്കുകയും ഈ വിഷയം, കടുകട്ടിയായ വിഷയം, ഒരു തുറവിയില്ലാത്ത വിഷയം അമ്മയുടെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. മകൾ പറയുന്നുണ്ട്, അന്ന് അമ്മ മാതാവിന് കൊടുത്ത വാക്കാണ് എൻ്റെ വിസ
അമ്മ മാതാവിൻ്റെ തിരുനടയിൽ ആദ്യം കാണിച്ച് സാക്ഷ്യപ്പെടുത്തിയിട്ട് മാത്രമേ മറ്റെല്ലാവരോടും പറയൂ. ഉടമ്പടി അമ്മയിൽ ആശ്രയിച്ച് വിശ്വസിച്ച് ജീവിക്കുകയും അതിൻ്റെ ഫലമായി ലഭിച്ച വിസ ഇന്ന് അമ്മയുടെ തിരുനടയിൽ കൊണ്ടുവന്ന് സാക്ഷ്യപ്പെടുത്തുകയുമാണ് സഹോദരി ചെയ്തത്. മറ്റൊന്ന് സഹോദരൻ്റെ തണ്ടല് വേദനയാണ്, നടക്കുവാനാവാത്തത്, വളരെ ഗുരുതരമായ വേദനയുള്ളത്. ആ അവസ്ഥയിലാണ് അമ്മ മാതാവിൻ്റെ അഖണ്ഡ ജപമാല റാലിയിലേക്ക് വന്നു ചേരുന്നത്. തൻ്റെ ആരോഗ്യം കൊണ്ട് നടക്കാൻ പറ്റാത്ത വിഷയമാണിത്, കൂടെയുള്ളവർക്ക് ബുദ്ധിമുട്ടാവുന്ന വിഷയമാണിത്. എങ്കിലും അമ്മയുടെ കരങ്ങളിലേക്കാണ് ആ വിഷയം നിയോഗത്തെ ഏൽപ്പിച്ചു കൊടുക്കുന്നത്. എല്ലാ രോഗങ്ങളുടെയും സൗഖ്യപ്പെടുത്തുന്ന വൈദ്യനായ ഈശോയ്ക്ക് അവിടുത്തെ തിരുരക്തത്താൽ എൻ്റെ തണ്ടലിനെ ഇപ്പോഴുള്ള ക്ലേശത്തിൽ നിന്ന് പൂർണ്ണമായി മാറ്റി ഞാൻ നടത്തുന്ന ത്യാഗപൂർണമായ യാത്രയ്ക്ക് അത് പൂർത്തീകരിക്കുവാൻ സഹായിക്കാൻ പറ്റുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ആ യാത്ര നടത്തുന്നത്. സഹോദരൻ പറയുന്നുണ്ട്, ഇങ്ങോട്ട് ചോദിച്ചപ്പോൾ വരുന്നില്ലെന്ന് പറഞ്ഞു, അങ്ങോട്ട് ചെന്ന് ജപമാലയ്ക്ക് വരാമെന്ന് പറഞ്ഞു. ഇവിടെ വന്നെത്തി ആ അർത്തിങ്കൽ വരെയുള്ള 14 കിലോമീറ്റർ ഒരു ക്ലേശവും കൂടാതെ പ്രാർത്ഥിച്ച് നടന്നു തീർക്കുവാൻ എൻ്റെ അമ്മ എന്നെ സഹായിച്ചുവെന്ന്.